എല്ലാവർക്കും നമസ്കാരം. സഹകാരി റൈസ് പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ എക്കണോമിക്സിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട നമ്മുടെ ബേസ് ഉറപ്പിക്കുന്ന ഒരു ടോപ്പിക്കാണ്. ഡിമാൻഡ് അനാലിസിസ് എന്നാണ് നമ്മുടെ ടോപ്പിക്കിൻ്റെ പേര്. അപ്പം നമുക്ക് ആ ഒരു ഭാഗത്തിലേക്ക് കിടക്കാം. അതിനകത്ത് പ്രധാനപ്പെട്ട കണ്ടന്റുകൾ എന്തെല്ലാമാണെന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ദ ഫസ്റ്റ് സ്ലൈഡ്. നമ്മളെപ്പോഴും അറിയേണ്ട ഒരു കാര്യമാണ് എക്കണോമിക്സിൽ ഡിമാൻഡ് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഡിമാൻഡ് അല്ലേ, നമ്മൾ അല്ലാതെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വേർഡാണ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. എന്താണ് ഈ ഡിമാൻഡ് എന്ന് സൂചിപ്പിക്കുന്നത്? ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റിയാണ്, അളവാണ് അല്ലേ. ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി പറഞ്ഞാൽ നമ്മൾ ഒരു കൺസ്യൂമർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൺസ്യൂമർ ആരാണെന്നും പ്രൊഡ്യൂസർ ആരാണെന്നും ഒക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഒരു കൺസ്യൂമർ ഒരു പ്രത്യേക വിലയ്ക്ക് വാങ്ങാൻ താല്പര്യപ്പെടുന്ന സാധനങ്ങളുടെ അളവിനെ നമുക്ക് എന്തോ വിളിക്കാം? ഡിമാൻഡ് എന്ന് സൂചിപ്പിക്കാം. അപ്പോൾ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൺസ്യൂമർ വാങ്ങാൻ താല്പര്യപ്പെടുന്ന സാധനങ്ങളുടെ അളവിനെ നമുക്ക് എന്താണെന്ന് പറയാം? ഡിമാൻഡ് എന്ന് പറയാം. അപ്പോൾ ഡിമാൻഡ് ഈസ് ദ ക്വാണ്ടിറ്റിയാണ്. ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അളവ് എന്ന് വേണമെങ്കിൽ നമുക്കറിയാം. ക്വാണ്ടിറ്റി ഓഫ് എ ഗുഡ് ഓർ സർവീസ് ദാറ്റ് കൺസ്യൂമേഴ്സ് ആർ വില്ലിങ് എന്ന് പറഞ്ഞാൽ തയ്യാറാകുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു കൺസ്യൂമർ തയ്യാറാകുന്ന, അതായത് വാങ്ങാൻ തയ്യാറാകുന്ന സാധനങ്ങളുടെ അളവിനെ നമുക്ക് എന്തോ വിളിക്കാം? ഡിമാൻഡ് എന്ന് പറയാം. അപ്പം ഒരു കൃത്യമായ വിലയ്ക്കായിരിക്കും അവരെന്തോ കൊടുക്കുന്നത്? വാങ്ങാൻ തയ്യാറാകുന്നത്. അപ്പോൾ ഒരു വിലയ്ക്ക് വാങ്ങാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ വേരിയസ് പ്രത്യേക വിലകൾക്ക് അല്ലെങ്കിൽ ഒരു കൃത്യമായ വിലകൾക്ക് ഒരു കൃത്യമായ സമയത്ത് കൺസ്യൂമർ വാങ്ങാൻ താല്പര്യപ്പെടുന്ന സാധനങ്ങളുടെ അളവിനെ നമുക്ക് എന്താണ് സൂചിപ്പിക്കാം? ഡിമാൻഡ് എന്ന് സൂചിപ്പിക്കാം. എക്കണോമിക്സിൽ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ വാങ്ങാൻ താല്പര്യപ്പെടുന്ന വസ്തുക്കളുടെ അളവാണ്. നമ്മളുടെ പ്രൈസും ഒക്കെ നോക്കിക്കൊണ്ടാണ് നമ്മൾ ഡിമാൻഡ് എപ്പോഴും ചെയ്യുന്നത് അല്ലേ. അപ്പം ഒരു ചുരുക്കത്തിൽ പറഞ്ഞാൽ നമ്മളൊരു വസ്തു വാങ്ങണമെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണം? ഡിസയർ വേണം, താല്പര്യം വേണം, അതുപോലെ വില്ലിങ്, അതായത് നമ്മളെ എബിലിറ്റി വേണം, കഴിവും വേണം. കഴിവ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് പണമാണ്. അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞാൽ ഡിസയർ, അതുപോലെ നമുക്ക് എബിലിറ്റിയും ഉണ്ടാകണം. ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാകത്തുള്ളൂ? ഡിമാൻഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു വസ്തു വാങ്ങാനുള്ള ഒരു കൺസ്യൂമറിൻ്റെ താല്പര്യത്തെയോ ആഗ്രഹത്തെയോ നമ്മൾ പ്രൈസ് കൂടി നോക്കും. ഒരു പ്രത്യേക വിലയ്ക്ക് ഒരു പ്രത്യേക സമയത്ത് നമ്മൾ വാങ്ങാൻ താല്പര്യപ്പെടുന്ന വസ്തുക്കളുടെ അളവിനെ നമുക്ക് എന്തോ പറയാം? ഡിമാൻഡ് എന്ന് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിമാൻഡ് കർവിലേക്കൊക്കെ നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പോകുന്നത് നമ്മളെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിലേക്കാണ്. ഡിമാൻഡ് നമ്മൾ ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ വസ്തുക്കൾ ഡിമാൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈസ് നോക്കും. പ്രൈസ്, വില നമ്മളെല്ലാവരും നോക്കുമല്ലോ. വില എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കമ്പോണൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ഇപ്പോൾ പ്രൈസ് നോക്കിയിട്ട് എങ്ങനെയാണ്? ഹയർ പ്രൈസസ് യൂഷ്വലി ലീഡ് ടു ലോവർ ഡിമാൻഡ്. അതായത് പ്രൈസ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? വളരെ ഡിമാൻഡ് കുറച്ചേ ചെയ്യത്തുള്ളൂ. അതായത് വാങ്ങാൻ താല്പര്യപ്പെടുന്നത് കുറയും എന്നർത്ഥം. അപ്പോൾ വില കൂടുതലാണെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? കുറവായിരിക്കും. അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഹയർ പ്രൈസസ് യൂഷ്വലി ലീഡ് ടു ലോവർ ഡിമാൻഡ്. ഒരു വസ്തുവിൻ്റെ ഒരു എക്സാമ്പിൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 1 കിലോ കോക്കനട്ട് ഓയിലിൻ്റെ വില 100 റുപ്പീസ് ആയിരുന്നു എന്ന് വെച്ചോളൂ 1 kg. ആ 100 എന്നുള്ളത് അപ്പം 200 ആയി. അപ്പം നേരത്തെ വാങ്ങിച്ചതിൻ്റെ അത്ര ആൾക്കാർ വാങ്ങാൻ താല്പര്യപ്പെടുമോ? ഇല്ല, നമ്മൾ പലപ്പോഴും കണ്ടിട്ടില്ല. അതിൻ്റെ വില കൂടുതലായി. ഇപ്പം നമ്മൾ വില കൂടുതലാണെങ്കിൽ നേരത്തെ വാങ്ങിച്ചതിൻ്റെ അത്രയും നമ്മൾ വാങ്ങാൻ താല്പര്യപ്പെടുത്തില്ല. അപ്പോൾ പ്രൈസ് കൂടുതലാണെങ്കിൽ, ഹയർ പ്രൈസസ് ആണെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കും? കുറവായിരിക്കും, ലോവർ ഡിമാൻഡ്. ആൻഡ് വൈസ് വേഴ്സ, തിരിച്ചും പറയാം. പ്രൈസ് കുറവാണെങ്കിലോ? പ്രൈസ് കുറയുവാണെങ്കിൽ ഡിമാൻഡ് കൂടും എന്നർത്ഥം. അപ്പം പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ്? ഒരു വിപരീത ബന്ധമാണ്. വില കൂടുതലാണെങ്കിൽ ആൾക്കാർ വാങ്ങാൻ താല്പര്യപ്പെടുന്നത് കുറയും എന്നർത്ഥം. അത്തരം കാര്യങ്ങൾ മാത്രമേ അതിനകത്തൊന്ന് ഓർത്താൽ മതി. സോ സെക്കൻഡ് ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇൻകം ഓഫ് കൺസ്യൂമറാണ്. ഒരു കൺസ്യൂമറിൻ്റെ ഇൻകം അല്ലെങ്കിൽ വരുമാനം, നമ്മുടെ വരുമാനമോടെ നോക്കിയിട്ടാണ് പലപ്പോഴും സാധനങ്ങൾ ഡിമാൻഡ് ചെയ്യാറുള്ളത്. ഹയർ ഇൻകം ടിപ്പിക്കലി ഇൻക്രീസസ് ഡിമാൻഡ്. അതായത് ഹയർ ഇൻകം, അതായത് നമ്മുടെ വരുമാനം കൂടുതലാണെങ്കിൽ ഡിമാൻഡും ഓൾറെഡി എന്ത് കൊടുക്കും? കൂടും അല്ലേ. നമുക്ക് തന്നെ അറിയാലോ, നമ്മുടെ നല്ലപോലെ പൈസ ഉണ്ട്, അതായത് നമുക്ക് നല്ലപോലെ വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? കുറച്ചുകൂടി ഡിമാൻഡ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ മാസ വരുമാനം എന്താണ്? ഒരു 30,000 രൂപയായിരുന്നു എന്ന് വെച്ചോളൂ. 30,000 രൂപയായിരുന്നു. ആ 30,000 രൂപയിൽ നിന്ന് എൻ്റെ ഇൻകം 70,000 രൂപയിലേക്ക് പോയി. 70,000 രൂപയിലേക്ക് പോയി. അങ്ങനെയാണെങ്കിൽ നേരത്തെ വാങ്ങിച്ചതിന് അത്ര ആയിരിക്കുമോ? അല്ല, ഞാൻ കുറച്ചുകൂടി സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് താല്പര്യപ്പെടും അല്ലേ. അപ്പം അതിൽ നിന്ന് ഉദ്ദേശിക്കുന്ന കാര്യം ഇതാണ്, ഇൻകം കൂടുകയാണെങ്കിൽ നമ്മളുടെ ഡിമാൻഡ് കൂടും. സോ അവ തമ്മിൽ എന്ത് റിലേഷൻ ആയിരിക്കും? ഒരു പോസിറ്റീവ് റിലേഷനായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ അല്ലേ. ഒരു പോസിറ്റീവ് ബന്ധമാണ് അവ തമ്മിലുള്ളത്. ഓക്കെ,
ദെൻ വരുന്നതാണ് പ്രിഫറൻസ്. മൂന്നാമത്തെ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഫാക്ടറാണ് പ്രിഫറൻസ്. ചേഞ്ച് എസ് ഇൻ കൺസ്യൂമർ ടേസ്റ്റസ് ഓർ പ്രിഫറൻസ് ഇമ്പാക്ട് ഡിമാൻഡ്. അതായത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ എന്ത് കൊടുക്കും, പലപ്പോഴും ഡിമാൻഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു താല്പര്യം ആയിരിക്കത്തില്ല വേറൊരാൾക്ക്, അപ്പോൾ എൻ്റെ താല്പര്യത്തിനനുസരിച്ച് ആയിരിക്കും ഞാൻ കുറച്ചുകൂടി ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പം പ്രിഫറൻസ് എന്ന് പറയുന്നതും ഒരു ഫാക്ടർ ആണെന്ന് പറയാം. ചേഞ്ചസ് ഇൻ കൺസ്യൂമർ ടേസ്റ്റസ് ഓർ പ്രിഫറൻസ്, അതായത് നമ്മളുടെ കൺസ്യൂമറിൻ്റെ അഭിരുചിക്കോ പ്രിഫറൻസിനോ താല്പര്യങ്ങൾക്കോ ഒക്കെ മാറ്റം വന്നു കഴിഞ്ഞാൽ അത് ഡിമാൻഡിനെ സ്വാധീനിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം ആ വസ്തു ഇഷ്ടമല്ല, ഒരിക്കലെങ്ങാണ്ട് ഒന്ന് ഉപയോഗിച്ച് നോക്കിയതിൻ്റെ ഫലമായിട്ട് ആ വസ്തു ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവിടെ എൻ്റെ എന്ത് കൊടുത്തത്, ടേസ്റ്റ് അവിടെ മാറുകയാണ് ചെയ്തത്. അപ്പോൾ ആ ടേസ്റ്റ് മാറുന്ന സമയത്ത് എന്ത് കൊടുക്കും, ഡിമാൻഡ് അവിടെ വർദ്ധിക്കും അല്ലേ. അപ്പോൾ എനിക്ക് ആ വസ്തു കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഡിമാൻഡ് കൂടുമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ ടേസ്റ്റും പ്രിഫറൻസും തമ്മിലുള്ള ബന്ധവും നമ്മൾ പഠിച്ചു. ഓക്കെ, അതും ഡിമാൻഡിനെ സ്വാധീനിക്കും എന്ന് നമ്മൾക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സ്ലൈഡിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? നമ്മുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് പ്രൈസ് ഓഫ് ദ കൺസ്യൂമർ, രണ്ടാമത്തത് ഇൻകം ഓഫ് ദ കൺസ്യൂമർ, കൺസ്യൂമറിൻ്റെ വരുമാനം, പ്രിഫറൻസ് നമുക്ക് പറയാം, അല്ലെങ്കിൽ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്ന് നമുക്ക് ഇവിടെ സൂചിപ്പിക്കാം. ഓക്കെ, ഇനി അടുത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. റിലേറ്റഡ് ഗുഡ്സുകളുടെ പ്രൈസ്, അതായത് ഇതിനകത്ത് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സുമാണ്. എന്താണെന്നുള്ളത് നമ്മൾ വിശദീകരിച്ച് അടുത്ത സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഉണ്ട്, കോംപ്ലിമെൻ്ററി ഗുഡ്സും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സാധനങ്ങളുടെ വില നമ്മളുടെ എന്തോത്തിനെ അഫക്റ്റ് ചെയ്യും? ഈ രണ്ട് വസ്തുക്കൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും നമുക്ക് എന്തോത്തിനെ അഫക്റ്റ് ചെയ്യും? ഡിമാൻഡിനെ സ്വാധീനിക്കുമെന്നർത്ഥം. ഓക്കെ, അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്താണ്, കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് അടുത്ത സ്ലൈഡിൽ പറയാം. അത് നമ്മളുടെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആണ്. അപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിനകത്തുനിന്ന് ഓർക്കേണ്ടത്, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണെങ്കിൽ മറ്റേത് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. അപ്പോൾ ഇനി അടുത്തത് അഞ്ചാമത്തെ പോയിന്റിലേക്ക് പോകുമ്പം ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷൻ, നമ്മുടെ ഭാവിയിലെ നമ്മളെ പ്രവചനങ്ങൾ, ഭാവിയിൽ എന്തായിരിക്കും വരാൻ പോകുന്നത്, ഫ്യൂച്ചറിലെ ആ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ടും നമുക്ക് ഡിമാൻഡിനെ സ്വാധീനിക്കുമെന്ന് പറയാം. എക്സ്പെക്റ്റേഷൻസ് അബൌട്ട് ഫ്യൂച്ചർ പ്രൈസസ് ഓർ ഇൻകം മേ ഇൻഫ്ലുവൻസ് കറണ്ട് ഡിമാൻഡ്. ഭാവിയിലെ നമ്മളെന്താണ് വിലകളും അതുപോലെ ഇൻകവും എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട് നിലവിലത്തെ ഡിമാൻഡിൽ വ്യത്യാസമുണ്ടാകും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഇപ്പം ഭാവിയിൽ ഇതിൻ്റെ വില കൂടും എന്ന് കരുതിക്കൊണ്ട്, ഭാവിയിൽ അതിൻ്റെ ഫ്യൂച്ചറിൽ അതിൻ്റെ പ്രൈസ് കൂടും എന്ന് കരുതിക്കൊണ്ട് നിലവിൽ ഇപ്പം എന്ത് കൊടുക്കും ആൾക്കാർ, നമ്മൾ സ്വർണ്ണമൊക്കെ പലപ്പോഴും അങ്ങനെ മാറില്ലേ, ഭാവിയിൽ ഭയങ്കരമായിട്ട് വില കൂടുമെന്ന് അറിയുന്നത് കൊണ്ട് എന്ത് കൊടുക്കും, നമ്മൾ നന്നായിട്ട് ഇപ്പം ഡിമാൻഡ് ചെയ്യും. അതുപോലെ ഭാവിയിൽ വില കുറഞ്ഞേക്കാം എന്ന് വെച്ചിട്ടും നമ്മൾ എന്ത് കൊടുക്കാം, ഡിമാൻഡ് നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഭാവിയിൽ വില കൂടും, അപ്പോൾ ഭാവിയിലെ കാര്യങ്ങൾ വെച്ചുകൊണ്ട്, ഭാവിയിലെ ഫ്യൂച്ചറിലെ പ്രൈസ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, പലപ്പോഴും ഡിമാൻഡ് ചെയ്യാറുണ്ട് അല്ലേ. ഭാവിയിൽ നമ്മുടെ ഇൻകം, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അടുത്ത മാസം എൻ്റെ ഇൻകം കുറവായിരിക്കാം, അല്ലെങ്കിൽ അടുത്ത മാസം എൻ്റെ ഇൻകം കൂടും എന്നൊക്കെ നമ്മൾ ഫ്യൂച്ചറിലെ ഇൻകവും പ്രൈസും വെച്ചുകൊണ്ടും ചില ആൾക്കാർ എന്ത് കൊടുക്കാറുണ്ട്, ഡിമാൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ എല്ലാ ആൾക്കാരെയും ഈ ഇത്രയും ഫാക്ടർ സ്വാധീനിക്കുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, പല ആൾക്കാരും പല രീതിയിലായിരിക്കും ഡിമാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സിക്സ്ത് വൺ പോപ്പുലേഷൻ സൈസ് ആണ്. എ ലാർജർ പോപ്പുലേഷൻ ജനറലി ഇൻക്രീസസ് ഡിമാൻഡ്. അതായത് ഒരു രാജ്യത്ത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം, പോപ്പുലേഷൻ കൂടിയാൽ ആളുകളുടെ എണ്ണം കൂടും, ആളുകളുടെ എണ്ണം കൂടിയാൽ ഡിമാൻഡ് കൂടും. പോപ്പുലേഷനും ഡിമാൻഡും തമ്മിലൊരു പോസിറ്റീവ് റിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞായിരുന്നല്ലോ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണമാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആൻഡ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആർ ടു ടൈപ്സ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ദാറ്റ് അഫക്ട് ഡിമാൻഡ് ഡിഫറൻ്റ്ലി. അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും രണ്ട് പ്രധാനപ്പെട്ട റിലേറ്റഡ് ഗുഡ്സ് ആണ്. ഇത് ഡിമാൻഡിനെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും, അതുപോലെ കോംപ്ലിമെൻ്ററി ഗുഡ്സും എന്ത് കൊടുക്കും, ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? പ്രൈസ് പറയാം, ഇൻകം പറയാം, നമ്മളെ ടേസ്റ്റും പ്രിഫറൻസും നമുക്ക് പറയാം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് പറയാം, ഫ്യൂച്ചറിലുള്ള നമ്മുടെ എക്സ്പെക്റ്റേഷൻ, അത് എന്തിനെക്കുറിച്ചൊക്കെയുള്ള എക്സ്പെക്റ്റേഷൻ ആവാം, പ്രൈസിനെ കുറിച്ചാകാം, അതുപോലെ നമ്മുടെ ഇൻകത്തെക്കുറിച്ചും ആകാം. പിന്നെ പോപ്പുലേഷൻ സൈസ് നമ്മൾ പറഞ്ഞു. ഇനി രണ്ട് പ്രധാനപ്പെട്ട ആൾക്കാരുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. ഇത് രണ്ടും നമ്മുടെ ഡിമാൻഡിനെ എന്തെടുക്കുന്നതാണ്, സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെൻ്ററി ഗുഡ്സും. അതിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനകത്തേക്ക് നമ്മൾ പോവുകയാണ്. ഓക്കെ, നമ്മൾ പോകുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ ആ ഒരു കണ്ടന്റിലേക്കാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും.
അതായത് ഒരു ടീച്ചർ വന്നില്ലെങ്കിൽ അതിന് പകരം ആരെങ്കിലും മറ്റൊരു അധ്യാപകർ വരുന്നതിനാണല്ലോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ വരിക എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെയാണ് ഇവിടെയും ഓർക്കാണ്ട കാര്യം. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? ഗുഡ്സ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ഈച്ച് അതർ, അതായത് പരസ്പരം, അതായത് ഒന്നിനു പകരം, അതില്ല എങ്കിൽ അതിന് പകരം മറ്റൊരു ഗുഡ് അതിൻ്റെ സ്ഥാനത്ത് ഉപയോഗിക്കാൻ കഴിയും. അതിനെയാണെന്തോ പറയുന്നത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. സോ കൃത്യമായ ഡെഫിനിഷനിലേക്ക് പോകുമ്പം ഗുഡ്സ് ദാറ്റ് ക്യാൻ റീപ്ലേസ് ഈച്ച് അതർ ബിക്കോസ് ദേ സെർവ് ആസ് ദ സെയിം പർപ്പസ്, അതായത് അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും, ഒന്നിൻ്റെ സ്ഥാനത്ത് അതേ സ്ഥാനത്ത് മറ്റൊരു ഗുഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. മനസ്സിലായോ? കാരണം എന്താണ്? അവ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ പർപ്പസാണ്, ഒരേ കാര്യം ചെയ്യുന്നത് കൊണ്ടാണ് ഒന്നിന് പകരം നമ്മൾ മറ്റൊന്ന് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ടീ ആൻഡ് കോഫി അല്ലേ? ടീ ആൻഡ് കോഫി. ഇപ്പം നമുക്ക് ഒരു ദിവസം പാല് കിട്ടിയില്ല എന്ന് വെച്ചോളൂ, വീട്ടിലായാലും. ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ പറയാണ്. പാല് നമുക്ക് കിട്ടിയില്ല, അന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ടീക്ക് പകരം നമ്മൾ എന്തോ ചെയ്യാറുണ്ട്? കോഫി അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഗുഡിനെയാണ് എന്തോ വിളിക്കുന്നത്? ടീ ആൻഡ് കോഫി. അതായത് ടീക്ക് പകരം, ടീ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വസ്തുവാണ്, കോഫി എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചോദിക്കും ടീക്ക് പകരം ജ്യൂസ് ഉപയോഗിക്കാമോ? അതല്ല അതിൻ്റെ അർത്ഥം. നമ്മൾ ഇത് രണ്ടും ഒരേ പർപ്പസിലല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരേ ഒരു സാറ്റിസ്ഫാക്ഷൻ, സെയിം ലെവൽ സാറ്റിസ്ഫാക്ഷൻ ആണ് രണ്ടും തരുന്നത്. ഒരുപാട് സെയിം സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം സെയിം പർപ്പസ് ചെയ്യുന്ന രണ്ട് ഗുഡുകളാണ് ടീയും കോഫിയും എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ടീ ഇല്ല എങ്കിൽ അതിൻ്റെ സ്ഥാനത്തോട് നമുക്ക് ആരെ റീപ്ലേസ് ചെയ്യാൻ പറ്റും? കോഫിയെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടീയും കോഫിയും നമുക്ക് എന്ത് ഗുഡുകളായിട്ട് പറയാം? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. എന്താണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്നർത്ഥം. ഓക്കെ, അതിൻ്റെ എഫക്റ്റ് നമുക്ക് നോക്കണം, അതിൻ്റെ എക്സാമ്പിളും നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ എഫക്റ്റും നമുക്ക് നോക്കണം, എക്സാമ്പിളും പോകണം. അതിൻ്റെ എഫക്റ്റ് എന്താണ്? ഇഫ് ദ പ്രൈസ് ഓഫ് വൺ ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഇൻക്രീസസ്. അത്രയേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. അതായത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ വില കൂടുകയാണെങ്കിൽ മറ്റേതിൻ്റെ ഡിമാൻഡ് കൂടും. അതെന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയേ, ടീയുടെ വില കൂടുകയാണ്, ടീയുടെ പ്രൈസ് കൂടുകയാണ്. അതായത് തേയിലയുടെ പ്രൈസ് എന്ത് കൊടുക്കുകയാണ്? ഇവിടെ കൂടുകയാണ്. തേയിലയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം എന്താണ്? തേയിലയ്ക്ക് ഭയങ്കര വിലയാണെങ്കിൽ എല്ലാവരും തേയില വാങ്ങാനായിട്ട് പോവുമോ? ഇല്ല. അതിന് പകരം മറ്റൊരു വസ്തുവിലേക്ക് ആൾക്കാർ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലേ? അപ്പം ടീയുടെ പ്രൈസ് കൂടുതലാണെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ടീ അവിടെ ഉപേക്ഷിച്ചിട്ട് മറ്റേതിലോട്ട് പോവും? കോഫി ഇട്ട് കുടിച്ചാൽ മതി, ഇനി തൊട്ട് ചായപ്പൊടിക്ക് ഭയങ്കര വിലയാണ് എന്ന് നമ്മൾ പറയും അല്ലേ? തേയിലയ്ക്ക് ഭയങ്കര വിലയാണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ എന്തോത്തിലേക്ക് പോകും? കോഫിയിലേക്ക് പോകും. അപ്പോൾ കോഫി കൂടുതൽ ആൾക്കാർ വാങ്ങാനായിട്ട് പോകും. അപ്പോൾ അത് കോഫിയുടെ ഡിമാൻഡ് കൂടും. കോഫി കൂടുതൽ വാങ്ങിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോഫിയുടെ ഡിമാൻഡ് കൂടുന്നു എന്നർത്ഥം. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ പ്രൈസ് കൂടുന്ന സമയത്ത് ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടിയാൽ മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടാൻ സാധ്യമാകുന്നു അല്ലേ? അപ്പം ടീയുടെ പ്രൈസ് കൂടിയാൽ, നമ്മളിവിടെ ഒരു ഡയഗ്രാമൊക്കെ ഒരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ടീയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ കോഫിയുടെ ഡിമാൻഡ് കൂടും. അതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ചെയ്യുന്നത്. അതായത് ഒന്നിൻ്റെ പ്രൈസ് കൂടിയാൽ, ഇഫ് ദ പ്രൈസ് ഓഫ് വൺ ഗുഡ് ഇൻക്രീസസ്, അതായത് ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ദ ഡിമാൻഡ് ഫോർ ദ സബ്സ്റ്റിറ്റ്യൂട്ട് ഓൾസോ ഇൻക്രീസസ്. ഓക്കെ ആണല്ലോ, വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് കോഫി ബിക്കംസ് എക്സ്പെൻസീവ്, കോഫി വളരെ എക്സ്പെൻസീവ് ആണ്, ഭയങ്കര ചിലവേറിയതാണെന്ന് വെച്ചോളൂ. എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വളരെ ചിലവേറിയതാണ്, ചിലവ് കൂടുതലാണ്, പ്രൈസ് കൂടുകയാണ്. അങ്ങനെയാണെങ്കിൽ മോർ പീപ്പിൾ മേ സ്വിച്ച് ടു ടീ, അങ്ങനെയെങ്കിൽ ആൾക്കാർ എന്തിലേക്ക് പോകും? ടീ വാങ്ങാനായിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കോഫി ആയിരുന്നു പറഞ്ഞത്, ടീ ആയിരുന്നു ആദ്യം പറഞ്ഞത്. എക്സാമ്പിൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഏതെങ്കിലും ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ആ വസ്തു ആൾക്കാരെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അതിൻ്റെ സ്ഥാനത്തോട്ട് മറ്റൊരു ഗുഡ് വരും. അപ്പം രണ്ടാമത്തെ ഗുഡിൻ്റെ എന്ത് കൂടുമെന്നർത്ഥം? ഡിമാൻഡ് കൂടും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടന്റിനകത്തൊന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടിയാൽ മറ്റൊരു വസ്തുവിന് എന്ത് കൂടുമെന്നർത്ഥം? ഡിമാൻഡ് കൂടും. അത്തരത്തിലുള്ള ഗുഡുകളെയാണ് നമ്മൾ എന്തോ വിളിക്കുക? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഗുഡിനെ നമ്മൾ എന്താ വിളിക്കുക? അത്തരത്തിലുള്ള ഗുഡുകളെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. കോംപ്ലിമെൻ്ററി ഗുഡ്സ് നമ്മൾ പറയത്തില്ലേ, കോംപ്ലിമെൻ്ററി പേപ്പർ എന്നൊക്കെ പറയും. നമ്മളല്ലേ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പം കോംപ്ലിമെൻ്ററി പേപ്പർ എന്ന് പറയും. എന്താണ്? നമ്മളുടെ സബ്ജക്റ്റ് പേപ്പറിനോടൊപ്പം, മെയിൻ പേപ്പറിനോടൊപ്പം പഠിക്കുന്ന പേപ്പറാണ് കോംപ്ലിമെൻ്ററി പേപ്പർ. അതേ തന്നെയാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. അതായത് ഒരെണ്ണത്തോടൊപ്പം മറ്റേത് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ് പെൻ ആൻഡ് ഇങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് പെൻ ആൻഡ് ഇങ്ക്. അതായത്
ഇങ്കില്ലാതെ പേനയ്ക്ക് പറ്റത്തില്ല. മനസ്സിലായോ? മഷി ഇല്ലാണ്ട് പേനയ്ക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ അത് രണ്ടും കോംപ്ലിമെൻ്ററി ഗുഡ്സ് ആണ്. ഒന്നില്ലാണ്ട് മറ്റേത് പറ്റില്ല. അപ്പോൾ കഴിഞ്ഞത് എങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ഒന്നില്ലെങ്കിൽ അതിൻ്റെ സ്ഥാനത്തോട്ട് മറ്റേതിനെ കൊണ്ടുവരാൻ പറ്റും. ഇവിടെ പെന്നില്ല എങ്കിൽ ഇങ്കില്ല, ഇങ്കില്ലെങ്കിൽ പെന്നില്ല എന്നർത്ഥം. അപ്പോൾ എന്താണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടുഗെദർ, ഒരുമിച്ച്. ടുഗെദർ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് എന്നാണ് അർത്ഥം. ഒരുമിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഗുഡുകളെയാണ് എന്തോ വിളിക്കുന്നത്? കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞത്. സോ ദേ ആർ കൺസ്യൂംഡ് ആസ് എ പെയർ. നമ്മളത് എങ്ങനെയായിരിക്കും വാങ്ങിക്കുന്നത്? ഒരു പെയറായിട്ടാണ്, അല്ലയോ? നമ്മളെല്ലാം അതായത് മഷിയില്ലാത്ത പേനയാണോ വാങ്ങിക്കുന്നത്? അല്ല, ആ പേനയോടൊപ്പം മഷിയും ഉണ്ടായിരിക്കും. ഓക്കെ, അതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, അല്ലേ? ഫോർ എക്സാമ്പിൾ കാർ ആൻഡ് പെട്രോൾ. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ കാറ് മാത്രം വാങ്ങിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനകത്ത് പെട്രോൾ ഉണ്ടായാൽ മാത്രമേ അത് ഓടിക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ കാർ ആൻഡ് പെട്രോൾ എന്ത് ഗുഡാണെന്ന് പറയാം? കോംപ്ലിമെൻ്ററി ഗുഡ്. കാർ ഇല്ലാണ്ട് പെട്രോളിന് പറ്റില്ല, പെട്രോൾ ഇല്ലാണ്ട് കാറിനും പറ്റില്ല. ഓക്കെ, അതാണ് നമ്മൾ പറയുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പം ഇത് രണ്ടും എന്ത് ഗുഡാണെന്ന് പറയാം? കോംപ്ലിമെൻ്ററി ഗുഡാണ്. കോംപ്ലിമെൻ്ററി ഗുഡ്. ഓക്കെ, ഇതിൻ്റെ എഫക്റ്റ് എന്താണ്? മറ്റേതിൻ്റെ എഫക്റ്റ് നമ്മൾ പറഞ്ഞില്ലയോ? ഒരെണ്ണത്തിൻ്റെ പ്രൈസ് കൂടിയാൽ ആൾക്കാർ അത് ഉപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു വസ്തുവിലേക്ക് പോകും. അതായത് മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടുമെന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ നമുക്ക് പറയാം? ഇഫ് ദ പ്രൈസ് ഓഫ് വൺ ഇൻക്രീസസ്, ഒരു വസ്തുവിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ ദ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഡിക്രീസസ്, രണ്ടാമത്തേൻ്റെ ഡിമാൻഡ് കുറയും. അതെന്താണ് അർത്ഥമാക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്രോളിൻ്റെ വില നന്നായിട്ട് കൂടുകയാണെന്ന് വെച്ചോളൂ. പെട്രോളിൻ്റെ വില കൂടുകയാണ്. പെട്രോളിൻ്റെ വില കൂടുകയാണെങ്കിൽ ആൾക്കാർ കാറ് വാങ്ങാൻ പോവുമോ? കാരണം പെട്രോളിന് ഓൾറെഡി വില കൂടുതലാണ്. പെട്രോൾ ഉണ്ടെങ്കിലേ നമുക്ക് കാർ ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് കൊടുക്കും? കാറ് വാങ്ങുന്നതിൻ്റെ അളവ് ആൾക്കാർ കുറയ്ക്കും. കാരണം പെട്രോളിന് തീ പിടിച്ച വിലയാണ്. അപ്പോൾ കാറിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പം നമ്മളിവിടെ എന്താ പറഞ്ഞത്? ഒന്നിൻ്റെ വില കൂടിയാൽ മറ്റൊന്നിൻ്റെ ഡിമാൻഡ് കുറയും എന്നർത്ഥം. മനസ്സിലായോ? ഒന്നിൻ്റെ വില കൂടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? മറ്റൊന്നിൻ്റെ ഡിമാൻഡ് കുറയും. ഇഫ് പെട്രോൾ പ്രൈസ് റൈസ്, അതായത് പെട്രോളിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ, പെട്രോളിൻ്റെ വില പ്രൈസ് ഇവിടെ കൂടുകയാണെങ്കിൽ പീപ്പിൾ മേ ഡ്രൈവ് ലെസ്, ആൾക്കാർ എന്ത് കൊടുക്കും? ഡ്രൈവ് ചെയ്യുന്നത് കുറയും. റെഡ്യൂസിങ് ദ ഡിമാൻഡ് ഫോർ കാർസ്. അപ്പോൾ എന്ത് കൊടുക്കുക എന്ന് അതിൻ്റെ അർത്ഥം? കാറിൻ്റെ ഡിമാൻഡ് അപ്പോൾ കുറയും. ആൾക്കാർ ഡ്രൈവ് ചെയ്യുന്നത് കുറയ്ക്കുന്നു എന്ന് പറഞ്ഞാൽ കാറിൻ്റെ ഉപയോഗം എന്താണ്? അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാറിൻ്റെ ഡിമാൻഡ് അവിടെ കുറയുന്നു. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വില കൂടിയതാണ് ഇവിടെ കാരണമായത്. മറ്റേതെന്തായിരുന്നു? ഒരെണ്ണത്തിൻ്റെ വില കൂടിയപ്പം ആൾക്കാർക്ക് അതല്ലെങ്കിൽ മറ്റൊരു ഗുഡ് ഉപയോഗിക്കാം. അത്തരത്തിലുള്ള ഗുഡുകളെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു, അല്ലേ? അപ്പോൾ ഇവിടെ സൂചിപ്പിക്കേണ്ട ഇത്രയേ ഉള്ളൂ. പ്രൈസ് ഓഫ് വൺ ഗുഡ് ഇൻക്രീസസ്, ഇറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ദ ഡിമാൻഡ് ഫോർ അതർ ഗുഡ്സ്, അല്ലേ? അതായത് ഒരു വസ്തുവിൻ്റെ വില കൂടിയപ്പോൾ മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡ് എന്ത് കൊടുത്തത്? ഇവിടെ കുറഞ്ഞത്. ഇതാണ് കോംപ്ലിമെൻ്ററി ഗുഡ്സ്. എക്സാമ്പിൾ നമുക്ക് എന്തൊക്കെ പറയാം? പെൻ ആൻഡ് ഇങ്ക് പറയാം, കാർ ആൻഡ് പെട്രോൾ പറയാം. ഇതൊക്കെ നമുക്കിവിടെ എക്സാമ്പിളായിട്ട് സൂചിപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ഗുഡ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും തമ്മിലുള്ള വ്യത്യാസം പെർഫെക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് വെച്ചിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റിനും അല്ലാത്ത നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ദ ലോ ഓഫ് ഡിമാൻഡ്, ഡിമാൻഡുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിയമത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് ലോ ഒക്കെ കേട്ടിട്ടുണ്ട്, ഇല്ലയോ? അപ്പോൾ നമ്മുടെ ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലോ ഇവിടെ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഡിമാൻഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ലോ ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ അതിൻ്റെ പോയിന്റുകളിലേക്ക് നോക്കാം. ഇതെന്താണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? സ്റ്റേറ്റ്സ് ദാറ്റ് ഓൾ എൽസ് ബീങ് ഈക്വൽ, അല്ലെങ്കിൽ മറ്റുള്ള അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്. അതായത് നമ്മുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രൈസ് പറയും, ഇൻകം, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് പറഞ്ഞു, പിന്നെ പോപ്പുലേഷൻ നമ്മൾ പറഞ്ഞു, ഇല്ലേ? അങ്ങനെ കുറേ ഫാക്ടേഴ്സ് നമ്മൾ പറയുകയുണ്ടായി. അപ്പം നമ്മൾ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്, അതായത് മറ്റുള്ള ഫാക്ടേഴ്സിനകത്ത് ഒന്നും, മറ്റുള്ള ഫാക്ടേഴ്സ് എല്ലാം ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഇവരെല്ലാം കോൺസ്റ്റന്റ് ആണ്, അവരുടെ കാര്യം നമ്മളിവിടെ മിണ്ടുന്നില്ല, അവരെല്ലാം കോൺസ്റ്റന്റ് ആണ്. നമ്മളിവിടെ എടുക്കുന്ന ഏത് ഫാക്ടർ മാത്രം? പ്രൈസ് വെച്ചുകൊണ്ട് നമ്മുടെ ഡിമാൻഡിൻ്റെ ഒരു റിലേഷൻ പറയുന്ന ആ ഒരു ലോയാണ് എന്തോ വിളിക്കുന്ന ലോ ഓഫ് ഡിമാൻഡ്. അതായത് ഇത്രയേ ഉള്ളൂ. പ്രൈസും ഡിമാൻഡും കൂടിയുള്ള ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു നിയമമാണ് എന്തോന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഈ ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് ആണ്, അതർ തിങ്സ് ബീങ് ഈക്വൽ അല്ലെങ്കിൽ റിമൈനിങ് കോൺസ്റ്റന്റ് എന്നും പറയാം. വെൻ, ഇവിടെ എന്താണ് ഈ ലോ പറയുന്നത്? വെൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഡിക്രീസസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. ഇവിടെ വാക്യമുണ്ട്, ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഇൻക്രീസസ്. ഇത്രയേ ഉള്ളൂ. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ഒരു വസ്തുവിൻ്റെ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തെടുക്കുമെന്നാണ് അർത്ഥം? ഡിമാൻഡുമായിട്ടുള്ള ബന്ധം എന്താ? ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചുകൂടി വാങ്ങാൻ തയ്യാറാകുകയാണ്, ഡിമാൻഡ് കൂടും.
പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാലോ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടും എന്നർത്ഥം. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ് ഓർ ഈക്വൽ, മറ്റുള്ള ഫാക്ടേഴ്സിനകത്തൊന്നും ഇവിടെ പറയുന്നില്ല. വെൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഡിക്രീസസ് ദ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. അല്ലെ, പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് എന്ത് കൊടുക്കും, കൂടും. വെൻ ദ പ്രൈസ് ഇൻക്രീസസ്, വില കൂടിക്കഴിഞ്ഞാലോ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ്, ഡിമാൻഡ് എന്ത് കൊടുക്കും, കുറയും എന്നർത്ഥം. ഓക്കെ, സോ ഒരു നെഗറ്റീവ് റിലേഷൻ ആണ്. നമ്മൾ ഇതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ ഡയഗ്രത്തിനകത്തോട്ട് നമുക്ക് ആ ഡയഗ്രാം ഒന്ന് നോക്കാം. ഇവിടെ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് നോക്കുക. ആദ്യം നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡും നമ്മളുടെ പ്രൈസും തമ്മിലുള്ള റേഷ്യോ ഇത് കാണിക്കുന്ന ഒരു ഡയഗ്രാമാണ്. ഈ ഒരു കർവ് കാണിക്കുന്നത് ഡിമാൻഡ് കർവാണ് കേട്ടോ. മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന ഈ കർവ് എങ്ങനെയാണ്, ഡിമാൻഡ് കർവ്. ഇത് എങ്ങനെയാണ് കിട്ടുന്നത് നോക്കിയേ. ഇവിടെ നമ്മൾ ഇത് എക്സ് ആക്സിസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, ഇതെന്താണ് വൈ ആക്സിസ് ആണ് അല്ലേ. അപ്പം നമ്മൾ നോക്കുക, പ്രൈസ് നോക്കിയേ, പ്രൈസ് കൂടി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. 9 രൂപയായിരുന്നു പ്രൈസ്, ആദ്യം 9 രൂപയായിരുന്നു എന്ന് വെച്ചോളൂ. അപ്പോൾ 9 രൂപ ഏറ്റവും കുറഞ്ഞ പ്രൈസാണ് 9 രൂപ എന്നുള്ളത്. 9 രൂപയായിരുന്നപ്പോഴുള്ള ഡിമാൻഡ് നമ്മൾ നോക്കിയേ, ഡിമാൻഡ് നമ്മൾ നോക്കിയതിന് 8 ആണ് നമ്മളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ 9 രൂപയായിരുന്ന സമയത്ത് നമുക്ക് ഇങ്ങോട്ടുകൂടെ ഒന്ന് എഴുതാം, 9 രൂപയായിരുന്ന സമയത്തുള്ള ഡിമാൻഡ് 8 ആണ്. അങ്ങനെയെങ്കിൽ പ്രൈസ് കൂടി, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കണമെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള ഡിമാൻഡ് കുറയണം അല്ലേ. ഡിമാൻഡ് കുറയുക എന്ന് പറഞ്ഞാൽ 8-ൽ നിന്ന് കുറഞ്ഞു വരണം. 10 ആകുമ്പോഴുള്ള ഡിമാൻഡ് എത്രയാണ്, 10 ആകുമ്പോഴുള്ള ഡിമാൻഡ് 7 ആണ് അല്ലേ, 7 ആണ് ഡിമാൻഡ്. ഓക്കെ, അപ്പം 9 നമ്മൾ പറഞ്ഞു, ദെൻ 10 ആയി, പ്രൈസ് 10 ആയി എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈസ് കൂടുകയാണ്. അപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു, എത്രയായിട്ട് കുറഞ്ഞു, 7 ആയിട്ട് കുറഞ്ഞു. ഇനി അടുത്ത വീണ്ടും നോക്കിയേ, 10-ൽ നിന്ന് നമ്മളുടെ പ്രൈസ് കൂടി 11-ലേക്കായി എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇവിടെ വീണ്ടും കൂടിക്കൊണ്ടിരിക്കുന്നു. 11 ആവുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചത്, പ്രൈസ് 11 രൂപയായെങ്കിൽ വില കൂടിയത്, അപ്പോൾ ഡിമാൻഡ് എന്ത് കൊടുക്കണം, ഒന്നുകൂടി കുറയ്ക്കണം എന്നാണ് അർത്ഥം. അപ്പോൾ സോ നമ്മുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 6. അപ്പം നോക്കുക, ഇവിടെ എന്താ നമുക്ക് മനസ്സിലാവുന്നത്, പ്രൈസ് ഇവിടെ കൂടി വരികയാണ്. 9 അത് 10 ആയി, പിന്നെ 11 ആയി. ഡിമാൻഡ് എന്താണ് ചെയ്യുന്നത്, 8, 7, 6 അങ്ങനെ കുറഞ്ഞു വരികയാണ്. സോ നമുക്ക് ഇവിടെ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുന്ന, ഈ ഒരു ലോയിൽ നിന്ന് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുന്നു. സോ വെൻ ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഡിക്രീസസ് മീൻസ് കുറയുകയാണെങ്കിൽ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് കൊടുക്കും, കൂടുന്നു അല്ലേ. ആൻഡ് വെൻ ദ പ്രൈസ് ഇൻക്രീസസ്, വില കൂടുകയാണെങ്കിലോ, വില കൂടുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യും. ഇത്രയും കാര്യമേ ഉള്ളൂ ഈ ഒരു ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും നമ്മൾ ഓർത്തിരിക്കേണ്ടത് അതർ തിങ്സ് റിമൈനിങ് കോൺസ്റ്റന്റ്. അതർ തിങ്സ്, വാട്ട് ആർ ദ അതർ തിങ്സ്? സോ ദ ഇൻകം ഓഫ് ദ കൺസ്യൂമർ, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്, പോപ്പുലേഷൻ, ഇതെല്ലാം നമുക്ക് എന്താണ് അതർ തിങ്സിനകത്ത് പറയാം. ഇവയെക്കുറിച്ചൊന്നും നമ്മളിവിടെ ഈ ലോയിൽ പറയുന്നില്ല എന്ന് അർത്ഥം. ഓക്കെ, സോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ കണ്ടന്റ് വെച്ചിട്ട് എക്സാമിനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഈ ഡിമാൻഡ് കർവിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. ആ ഒരു ഭാഗത്തിലേക്ക് നമുക്ക് പോകുമ്പോൾ അത് വ്യക്തമായിട്ട് പഠിക്കാം. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളുടെ ഡിമാൻഡ്, അതതിൻ്റെ ആ ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ ഗ്രാഫ് ദാറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൈസ് ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദാറ്റ് പീപ്പിൾ ആർ വില്ലിംഗ് ടു ബൈ. അതായത് നമ്മളുടെ ഈ ഒരു ഗ്രാഫിൽ തന്നിരിക്കുന്നത് നമ്മുടെ ഡിമാൻഡ് കർവാണ്. നമ്മുടെ കൃത്യമായിട്ട് കാണാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു ഡയഗ്രത്തിൽ തന്നിരിക്കുന്ന ഡിമാൻഡ് കർവാണ്, പ്രൈസും ക്വാണ്ടിറ്റിയാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ഈ ഡിമാൻഡ് കർവ് നിങ്ങൾ നോക്കിയേ, ഡിമാൻഡ് കർവ് താഴോട്ട് പോകുന്നൊരു വക്രമാണ് അല്ലെങ്കിൽ ഒരു കർവാണ്. സോ ഇത് കാണിക്കുന്ന എന്താണ്, നമുക്ക് തന്നെ മനസ്സിലാവാം, പ്രൈസ് കൂടുതലുണ്ടെങ്കിൽ ഡിമാൻഡ് എന്തായിരിക്കാം, കുറവായിരിക്കാം. ഇനി പ്രൈസ് കുറയുകയാണെങ്കിലോ ഡിമാൻഡ് കൂടും. ഇങ്ങനെയല്ലേ നമ്മളിത് വരയ്ക്കേണ്ടേ. അപ്പോൾ ഇതിനകത്തൊന്ന് മനസ്സിലാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുന്നു. സോ ആ ഒരു റിലേഷൻ കാണിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സോ ഇതിനകത്തോട്ട് പോകുമ്പോൾ പ്രൈസ് ഈസ് ഓൺ ദ വെർട്ടിക്കൽ ആക്സിസ്. പ്രൈസ് എവിടെയാണ്, ഇതാണ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ, വെർട്ടിക്കൽ ആക്സിസിലാണ് നമ്മൾ ഡിമാൻഡ് കർവിൽ കാണിക്കുന്നത്. അല്ലെങ്കിൽ വൈ ആക്സിസിൽ കാണിച്ചാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് വന്നിട്ട് എക്സ് ആക്സിസിലാണ് കാണിക്കുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഡയഗ്രാം. ഇത് നമ്മളുടെ ഡിമാൻഡ് കർവാണ്. ഈ ഡിമാൻഡ് കർവിനകത്തുനിന്ന് പ്രധാനമായിട്ട് ഓർക്കേണ്ടത് ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു കർവാണ്. നെഗറ്റീവ് സ്ലോപ്പാണ്. കാരണം നെഗറ്റീവ് സ്ലോപ്പ് വരാനുള്ള കാരണം എന്തൊക്കെയാണ്, ബിക്കോസ് ദ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ് അല്ലേ. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് റിലേഷൻ വരാനുള്ള പ്രധാന കാരണങ്ങൾ കൂടി നമുക്കൊന്ന് പറയാനായിട്ടുണ്ട്. ഒന്ന് നോക്കാം. സോ ഇതിൻ്റെ കീ പോയിന്റ്സിലേക്കൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആ ഒരു ഡിമാൻഡ് കർവിൻ്റെ ഇതൊരു ഒരു ഇൻവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ നെഗറ്റീവ് റിലേഷൻഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത്. നെഗറ്റീവ് ആണ് അല്ലേ.
പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. പ്രൈസും ഡിമാൻഡും തമ്മിൽ പോകുന്നത് ഏത് ഡിറക്ഷനിലാണ്? ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ്. അതായത് പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു എന്നർത്ഥം. ഇത് എന്തുകൊണ്ടാണ് പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയാനുള്ള കാരണം? അതാണ് നമ്മൾ ഇനി പഠിക്കേണ്ടത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വില കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു എന്ന് പറഞ്ഞു അല്ലേ? എന്ത് കാരണങ്ങൾ കൊണ്ടാണ്? ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് പ്രൈസ് കൂടുമ്പോൾ നമ്മളുടെ ഡിമാൻഡ് കുറയുന്നത്. അതായത് ഇൻകം ഇഫക്റ്റും സബ്സ്റ്റിറ്റ്യൂഷൻ ഇഫക്റ്റും എന്നർത്ഥം. ഓക്കെ, ഇൻകം എഫക്റ്റും ഇത് വ്യക്തമായിട്ട് പഠിക്കാനുണ്ട് അതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇപ്പം നമ്മൾ ഈ ഒരു സ്ലൈഡിൽ ഇത് മാത്രമേ ഉൾപ്പെടുത്തുന്നുള്ളൂ. അടുത്ത ഒരു ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞ തന്നെ ഒരു ടോപ്പിക് എടുത്തിട്ട് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. ഇപ്പോൾ ഓർക്കുക, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയാനുള്ള പ്രധാനപ്പെട്ട രണ്ട് കാരണം ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഒന്ന് ഇൻകം എഫക്റ്റും രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റുമാണ്. സോ എന്താണ് ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ? അത്രയേ ഉള്ളൂ. വെൻ പ്രൈസ് ഡ്രോപ്പ് കൺസ്യൂമേഴ്സ് ഫീൽ റിച്ചർ ആൻഡ് ബൈ മോർ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പ്രൈസ് കുറയുകയാണെങ്കിൽ ആൾക്കാർ എന്തായിട്ട് ഫീൽ ചെയ്യും? കൺസ്യൂമേഴ്സ് ഫീൽ റിച്ചർ, വളരെ അവർ റിച്ചറായിട്ട് അവർക്ക് ഫീൽ ചെയ്യുകയും അവർ കൂടുതൽ എന്ത് കൊടുക്കുകയും ചെയ്യും? വസ്തുക്കൾ വാങ്ങിക്കുകയും ചെയ്യും. സോ ദാറ്റ് ഈസ് ഇൻകം ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ. സോ പ്രൈസ് എഫക്റ്റ് ഉണ്ട്, ഇൻകം എഫക്റ്റ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉണ്ട്. നമുക്ക് പ്രൈസ് എഫക്റ്റ് നമുക്കറിയാം ഓൾറെഡി എന്താണെന്നുള്ളത്. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ് പ്രൈസ് എഫക്റ്റ്. ഇൻകം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു വസ്തുവിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ കൺസ്യൂമേഴ്സ് ഫീൽ റിച്ചർ എന്നുള്ളൊരു ഫീലിലേക്ക് അവരെത്തുകയും അവരെന്ത് കൊടുക്കും? പ്രൈസ് കുറയുകയാണല്ലോ ചെയ്തത്, അപ്പോൾ കൺസ്യൂമേഴ്സ് എന്ത് കൊടുക്കും? ബൈ മോർ, കൂടുതൽ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. സോ വാട്ട് അബൌട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്? പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കൊടുക്കും? വെൻ പ്രൈസ് ഡ്രോപ്പ് the good becomes cheaper compared to the alternative, so people buy it instead. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിലേക്ക് പോവുകയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് ഒരു വസ്തുവിൻ്റെ വില കൂടുതലാണെങ്കിൽ ആൾക്കാർ എന്ത് കൊടുക്കും? ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റിൽ രണ്ട് വസ്തുക്കൾ കാണും, എ ഉണ്ടാവും ബി ഉണ്ടാവും. ഏതെങ്കിലും എയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ആൾക്കാർ എന്ത് കൊടുക്കും? ഇത് ഭയങ്കര എക്സ്പെൻസ് ആണല്ലോ, അപ്പോൾ എന്ത് കൊടുക്കും? ആൾക്കാർ മറ്റൊരു ചീപ്പർ ഗുഡിലേക്ക് വാങ്ങാനായിട്ട് പോകും. കുറച്ചുകൂടി വില കുറഞ്ഞ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ആൾക്കാർ നോക്കും. അപ്പോൾ ഇതിനെയാണ് എന്തോ വിളിക്കുന്നത്? സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും നമ്മൾ ഓർത്തോളുക. നമ്മളെ പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയാനുള്ള കാരണങ്ങളാണ് ഇൻകം എഫക്റ്റ് ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉണ്ട്. അപ്പോൾ അത് വ്യക്തമായിട്ട് ആ കണ്ടന്റുകളിൽ അത് പഠിക്കാനായിട്ടുണ്ട്, പ്രൈസ് ഇഫക്റ്റും ഇൻകം എഫക്റ്റും ഒക്കെ. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ആ ഡിമാൻഡ് കർവ് ഒന്ന് വ്യക്തമായിട്ട് പഠിക്കാൻ രണ്ട് കണ്ടന്റ് കൂടി നമുക്കൊന്ന് പറയാം. സോ ആസ് ദ പ്രൈസ് ഗോസ് ഡൗൺ, പ്രൈസ് കുറയുകയാണെങ്കിൽ, ഒന്നുകൂടെ ഒന്ന് പറയും, നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ. പ്രൈസ് കുറയുകയാണെങ്കിൽ പീപ്പിൾ യൂഷ്വലി ബൈ മോർ, ആൾക്കാർ എന്ത് കൊടുക്കും? കുറച്ചുകൂടി വാങ്ങാൻ ശ്രമിക്കും. അപ്പോൾ എന്ത് കൊടുക്കും? കുറച്ചുകൂടി വാങ്ങാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് കൂടും എന്നർത്ഥം. സോ ഇവിടെ തമ്മിൽ എന്താണ്? ഒരു നെഗറ്റീവ് റിലേഷനാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഒരു വസ്തുവിൻ്റെ പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നു. അപ്പോൾ ഒന്ന് കൂടുമ്പോൾ ഒന്ന് കുറയുന്നു. അതുകൊണ്ടാണ് ഒരു നെഗറ്റീവ് സ്ലോപ്പ് നമ്മുടെ ഡിമാൻഡ് കർവിന് വന്നത്. ദിസ് ഷോസ് ദ ലോ ഓഫ് ഡിമാൻഡ്. ഇത് നമ്മളെ ലോ ഓഫ് ഡിമാൻഡ് ആണെന്നറിയാലോ. പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് ആണ്. ആസ് പ്രൈസ് ഡിക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്, ആ കാര്യം തന്നെ ഒന്നുകൂടെ ഉൾപ്പെടുത്തിയെന്നുള്ളൂ. സോ ഇതാണ് ഈ ഒരു ഫിഗറാണ് നമ്മളെ ലോ ഓഫ് ഡിമാൻഡിനെ സൂചിപ്പിക്കുന്നത്. സോ ഈ ഒരു ഫിഗറാണ് ഈ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിലും പ്രൈസ് വൈ ആക്സിസിലുമാണ്. ഇത് നമ്മുടെ ഡിമാൻഡ് കർവാണ്. അതൊന്നുകൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. സോ വളരെ എളുപ്പമാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറഞ്ഞാൽ ഡിമാൻഡ് കൂടുന്നു. ഒരു നെഗറ്റീവ് റിലേഷൻ ആണ്. സോ അതുപോലെ ആ ഒരു നെഗറ്റീവ് ലോ ഓഫ് ഡിമാൻഡ് കാണിച്ചു തരുന്ന ഒരു കർവാണ് നമ്മളുടെ ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ. അതൊരു നെഗറ്റീവ്ലി സ്ലോപ്ഡ് കർവ് ആണ്. ഓക്കെ, സോ നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളതാണ്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? നമ്മൾ ഇത്രയും നേരം പറഞ്ഞു പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. എത്ര അളവിൽ കുറയുന്നു എന്ന് നമുക്കറിയത്തില്ലല്ലോ. പ്രൈസ് കൂടി, ഇപ്പം 5 രൂപയിൽ നിന്ന് 10 രൂപയായി, അപ്പോൾ ഡിമാൻഡ് കുറയും എന്ന് നമുക്കറിയാലോ. പ്രൈസ് സ്വാഭാവികമായിട്ടും കൂടുമ്പോൾ ഡിമാൻഡ് കുറയും. എത്ര അളവിൽ കുറയും എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മുടെ ഇക്കണോമിക്സിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉള്ളത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ വാട്ട് ഈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് ചേഞ്ചസ്. എത്രമാത്രം നമ്മളുടെ ക്വാണ്ടിറ്റി ഡിമാൻഡ് ചേഞ്ചായി എന്ന് പറഞ്ഞാൽ എത്രത്തോളം അളവിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറഞ്ഞെന്നാകാം, ചിലപ്പോൾ കൂടുന്ന കേസാവാം. ഡിമാൻഡ് കുറയുകയും ചെയ്യും, കൂടുകയും ചെയ്യും. അത് എത്രത്തോളം അളവിൽ കുറഞ്ഞു അല്ലെങ്കിൽ എത്രത്തോളം അളവിൽ കൂടി എന്ന് കണ്ടുപിടിക്കാൻ എപ്പോഴാണ് ഈ ഡിമാൻഡിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്? ദർ ഇസ് എ ചേഞ്ച് ഇൻ പ്രൈസ്, ഇൻകം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടല്ലേ നമ്മൾ ഡിമാൻഡിൽ മാറ്റം വരുന്നത്. സോ വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്? പ്രൈസുമായിട്ട് പറയുകയാണെങ്കിൽ എന്താ? പ്രൈസ് കൂടുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുന്നു അല്ലേ?
പ്രൈസ് കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടുന്നു എന്നർത്ഥം. സോറി, തെറ്റിപ്പോയി, ക്ഷമിക്കണം. പ്രൈസ് കൂടുതലാണെങ്കിൽ ഡിമാൻഡ് കുറയുന്നു, പ്രൈസ് കുറവാണെങ്കിൽ ഡിമാൻഡ് കൂടുന്നു. അതാണ് പ്രൈസുമായിട്ടുള്ള ബന്ധം. അടുത്ത ഇൻകമായിട്ടുള്ള ബന്ധം എന്താണ്? വരുമാനം കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും? ഡിമാൻഡ് കൂടും, നമ്മുടെ ഡിമാൻഡ് കൂടും. വരുമാനം കുറയുകയാണെങ്കിൽ ഡിമാൻഡ് കൂടും. ചില വസ്തുക്കളിൽ മാത്രം നമ്മുടെ വരുമാനം കൂടുമ്പോൾ നമ്മൾ ഡിമാൻഡ് ചെയ്യുന്നത് കുറയും. കുറച്ചുകൂടെ നമുക്ക് അത് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റത്തില്ല. നല്ല പോലെ ഇപ്പം ഞാൻ സാധാ കുറച്ച് ലോക്കൽ ബ്രാൻഡുള്ള വസ്തുക്കൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അത് എൻ്റെ ഇൻകം അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഞാൻ കുറച്ചുകൂടി നല്ല നല്ല ഹെവി പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യും. അപ്പോൾ ഈ ലോക്കൽ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ചില കേസുകളിൽ ഇൻകം നമ്മുടെ വരുമാനം കൂടിയാൽ ഡിമാൻഡ് കൂടും. ചില സമയത്ത് നമ്മുടെ വരുമാനം കൂടിയാൽ ചില വസ്തുക്കളുടെ ഡിമാൻഡ് കുറയും. ഈ ലോ ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെയൊക്കെ ഡിമാൻഡ് കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഇവരെല്ലാം വെച്ചിട്ട് ഇവരൊക്കെയാണ് നമ്മളുടെ ഇൻകത്തെ, നമ്മുടെ ഡിമാൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ ഇവരൊക്കെ കാരണം എത്രത്തോളം അളവിലാണ് ഡിമാൻഡിൽ മാറ്റമുണ്ടായത് എന്ന് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്കണോമിക്സിൽ ഉപയോഗിക്കുന്ന ടേമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് മെഷേഴ്സ് ഹൗ മച്ച് ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ ഗുഡ് ഓർ സർവീസ് changes when there is a change in its price, income or the price of related goods. പ്രൈസിലോ ഇൻകത്തിലോ നമ്മുടെ പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സിലോ മാറ്റം വരുന്നതിനനുസരിച്ച് ഡിമാൻഡിൽ എത്രത്തോളം അളവിൽ മാറ്റം വരുന്നു, ഡിമാൻഡ് എത്രത്തോളം അളവിൽ കൂടി അല്ലെങ്കിൽ ഡിമാൻഡ് എത്രത്തോളം അളവിൽ കുറഞ്ഞു എന്ന് കാണിച്ചു തരുന്ന ഒരു ഇക്കണോമിക്സിലെ ടേമാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. വലിയ കാര്യങ്ങളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് എക്കണോമിക്സിൽ തന്നെ വേണ്ട എലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞ ടൈപ്സ് ആണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൻ്റെ ടൈപ്സ്. ഓക്കെ, എന്താണ് ഒന്നാമത്തെ നമ്മളുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്തായിരിക്കും? പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അതിനകത്ത് തന്നെ ഉണ്ട് മെഷേഴ്സ് ഹൗ ഡിമാൻഡ് റെസ്പോൺസ് ടു എ പ്രൈസ് ചേഞ്ച്. പ്രൈസ് കുറയുമ്പോൾ അല്ലെങ്കിൽ പ്രൈസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിമാൻഡിൽ എത്രത്തോളം മാറ്റമുണ്ടായി. ഇപ്പോൾ പ്രൈസിൽ എങ്ങനെയൊക്കെ മാറ്റം ഉണ്ടാവാം? പ്രൈസ് കൂടാം, പ്രൈസ് കുറയാം. ഇപ്പോൾ പ്രൈസ് കൂടിയാൽ ഡിമാൻഡ് എന്തെടുക്കുവാണ്? കുറയുവാണെന്നറിയാം. ഡിമാൻഡ് എത്രത്തോളം അളവിൽ കുറഞ്ഞു. അല്ലെങ്കിൽ പ്രൈസ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുവാണെന്നറിയാലോ, എത്രത്തോളം അളവിൽ ഡിമാൻഡ് കൂടി എന്നൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മളുടെ ഇക്കണോമിക്സിലുള്ള ഒരു ടേമാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ വാട്ട് ഈസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? പ്രൈസിനനുസരിച്ച് ഡിമാൻഡിൽ എത്രത്തോളം മാറ്റം വന്നു എന്ന് കണ്ടുപിടിക്കാനാണ് നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി 3 തരത്തിലാണ്, 3 കാര്യങ്ങളാണ് നമുക്കിവിടെ വേണ്ടത്. അതായത് ചില സമയത്ത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ നേരം നമ്മുടെ 1നേക്കാളും കൂടുതൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ വരും. ഇതിനെയാണ് നമ്മൾ ഇലാസ്റ്റിക് എന്ന് പറയുന്നത്, ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പം അത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിമാൻഡ് ചേഞ്ചസ് എ ലോട്ട് വിത്ത് പ്രൈസ്. അതായത് ഡിമാൻഡ് ചേഞ്ചസ് എ ലോട്ട് വിത്ത് പ്രൈസ്. അതായത് പ്രൈസിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ ഡിമാൻഡ് നല്ല പോലെ അങ്ങ് എന്ത് കൊടുക്കും? ഡിമാൻഡിൽ നന്നായിട്ട് മാറ്റമുണ്ടാവും. അപ്പം ഇങ്ങനെ വേണമെങ്കിലും പറയാം, സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിൽ എന്താണ്? ചെറിയ മാറ്റം വന്നു കഴിഞ്ഞാൽ ഡിമാൻഡിൽ എന്ത് കൊടുക്കും? വലിയ മാറ്റം. ഓക്കെ, ഡിമാൻഡിൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. അതിനെയാണെന്ന് എന്തോ വിളിക്കുന്നത് നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? എ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു എ ബിഗ് ചേഞ്ച് ഇൻ ഡിമാൻഡ്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പ്രൈസ് കുറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കിയേ, 5 രൂപയായിരുന്നു ഒരു വസ്തുവിൻ്റെ വില, അപ്പോഴുള്ള ഡിമാൻഡ് 10 ആയിരുന്നു എന്ന് വെച്ചോളൂ. ഈ 5-ൽ നിന്ന് പ്രൈസ് 6-ലേക്കായി. അപ്പം സ്മോൾ ചേഞ്ചേ പ്രൈസിൽ വന്നുള്ളൂ, ചെറിയ മാറ്റമേ. പ്രൈസ് 5-ൽ നിന്ന് 6 രൂപയായുള്ളൂ. അപ്പോൾ ഡിമാൻഡ് 3 ആയെന്ന് വെച്ചോളൂ. അപ്പോൾ നല്ല പോലെ മാറ്റം വന്നില്ലേ? 10-ൽ നിന്ന് ഇയാൾ 3 ആയി, ഡിമാൻഡ് 3 ആയി. അപ്പോൾ ഇവിടെ ഏതാണ് ഏറ്റവും ചെറിയ മാറ്റം? ഇത് സ്മോൾ ചേഞ്ച് ആണ് വന്നത്, ഇത് ബിഗ് ചേഞ്ച് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഡിമാൻഡിനെയാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് എന്ന് നമ്മൾ എങ്ങനെ അറിയുന്നത്? നമ്മൾക്ക് വാല്യൂ, നമ്മളുടെ ആ ഇക്വേഷനൊക്കെ ഉണ്ട് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ. ആ ഇക്വേഷനൊക്കെ ഇട്ട് നമ്മൾ +1 +2 ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷനൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 1 ആണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ, 1നേക്കാളും കൂടുതൽ 1.0 അല്ലെങ്കിൽ 1.2 1.4 അങ്ങനത്തുള്ള വാല്യൂസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് എന്താണെന്ന് അർത്ഥം? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. സോ നെക്സ്റ്റ് വൺ, ഇഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ലെസ് ദാൻ 1, 1നേക്കാളും കുറവ്, 1നേക്കാളും കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ 2 തരത്തിലുള്ള ഇലാസ്റ്റിസിറ്റി നമ്മൾ പഠിച്ചു. ഒന്ന് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ രണ്ടാമത്തത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് ചേഞ്ചസ് ലിറ്റിൽ വിത്ത് പ്രൈസ്. ഓക്കെ, അപ്പം ഡിമാൻഡിൽ ചെറിയ മാറ്റമേ വരുന്നുള്ളൂ വിത്ത് പ്രൈസ്. അപ്പോൾ എന്തായിരിക്കും അർത്ഥം?
പ്രൈസിൽ വലിയ മാറ്റം വന്നപ്പോൾ ഡിമാൻഡിൽ കുഞ്ഞു മാറ്റം വരുന്നു. എ ബിഗ് ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു സ്മോൾ ചേഞ്ച് ഇൻ ഡിമാൻഡ്. അപ്പോൾ ഡിമാൻഡ് കുഞ്ഞതായിട്ടേ മാറിയുള്ളൂ അല്ലേ, കുഞ്ഞതായിട്ട് കൂടിയോ കുറയോ ഒക്കെ ചെയ്യാം. ഇതേപോലെ തന്നെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ പറയാം. അപ്പോൾ പ്രൈസിൽ വലിയൊരു മാറ്റം വന്നപ്പോൾ ഡിമാൻഡിൽ അങ്ങനെ മാറ്റം ഒന്നും ഉണ്ടായില്ല. അതാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അല്ലേ. പ്രൈസിൽ മാറ്റം നല്ല ഒരു വ്യത്യാസം വന്നു, അതായത് കൂടുന്നതാവാം കുറയുന്നതാവാം, പക്ഷേ ഡിമാൻഡിൽ വലിയ വ്യത്യാസങ്ങൾ വന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെ എന്ത് വിളിക്കാം, നമ്മൾ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു 1 വരും. അതെന്താണ്, പ്രൊപ്പോർഷണൽ ചേഞ്ച്. അതായത് പ്രൈസിൽ എത്രയാണോ മാറ്റം, അപ്പം നമ്മൾ രണ്ടാമത് പറഞ്ഞ എന്തുവാ, പ്രൈസിൽ വലിയ മാറ്റം ബിഗ് ചേഞ്ച് വന്നപ്പോൾ ഡിമാൻഡിൽ സ്മോൾ ചേഞ്ച് ആയി. ഓക്കെ, നമ്മൾ എക്സാമ്പിൾ നേരത്തെ പറഞ്ഞു, പ്രൈസിൽ വലിയൊരു മാറ്റം 10 രൂപയിൽ കിടന്നത് 50 രൂപയായി. ഓക്കെ, ശ്രദ്ധിക്കാൻ വേണമെങ്കിൽ പ്രൈസ് 10 രൂപയായിരുന്നു, അപ്പോഴുള്ള ഡിമാൻഡ് 3 ആയിരുന്നു എന്ന് വെച്ചോ. പ്രൈസ് 10-ൽ നിന്ന് 20-ലേക്ക് കൂടി, ഡിമാൻഡ് 5-മായി. അപ്പം എന്താ ഇവിടെ കണ്ട്, പ്രൈസ് 10-ൽ നിന്ന് 20 ആയെന്ന് പറഞ്ഞാൽ 10 കൂടി എന്നർത്ഥം. ഡിമാൻഡ് ഇവിടെ എത്രയേ കൂടിയുള്ളൂ, പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുകയാണ്. അപ്പം നമുക്കൊരു 1 എന്നാക്കാം. അപ്പോൾ ഇവിടെ എന്ത് കൊടുത്തത്, 3-ൽ നിന്ന് 1 ആയി എന്ന് പറഞ്ഞാൽ 2 കുറഞ്ഞു വന്നു. പ്രൈസ് അപ്പം നല്ല പോലെ മാറി, ഡിമാൻഡ് സ്മോൾ ചേഞ്ചേ വന്നുള്ളൂ. അപ്പോൾ ഇങ്ങനത്തുള്ള ഡിമാൻഡിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഇലാസ്റ്റിസിറ്റി പറയുമ്പോഴുള്ളതാണ് കേട്ടോ. അപ്പം ബിഗ് change in price leads to a small change in demand. Okay, so that is inelastic demand. So what is unit elastic? സെയിം, അതായത് ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണ്. പ്രൈസിൽ എത്രയാണോ മാറ്റം വന്നത് അത്രയും തന്നെ ഡിമാൻഡിലും മാറ്റം വരുന്നു എന്നർത്ഥം. ഓക്കെ, പ്രൈസിൽ എത്രയാണോ മാറ്റം വന്നത്. അപ്പം നമുക്ക് യൂണിറ്റ് ഇലാസ്റ്റിക്കിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 50 രൂപയായിട്ടുള്ളൊരു വസ്തു 50 രൂപയായിരുന്നു ഒരു വസ്തു. ആ 50 രൂപയായിരുന്നപ്പോഴുള്ള ഡിമാൻഡ് 10 ആയിരുന്നു എന്ന് വെച്ചോളൂ. ഈ 50-ൽ നിന്ന് വില 40-ലേക്ക് കുറഞ്ഞു. അപ്പം നമുക്കറിയാം 10 കുറഞ്ഞു, ഡിമാൻഡ് 20 ആയി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണ് വന്നത്. പ്രൈസിൽ എത്രയാണോ മാറ്റം വന്നത് അത്രയും തന്നെ ഡിമാൻഡിൽ മാറ്റം വന്നു. പ്രൈസ് ഇവിടെ 10 ആയിട്ട് കുറഞ്ഞപ്പോൾ ഡിമാൻഡ് 10 ആയിട്ട് കൂടി. അപ്പോൾ ഇവിടെ സെയിം അളവിലാണ് എന്ത് കൊടുത്തത്, കാരണം ഇവിടെ 10 ആയിട്ട് കുറഞ്ഞ് ഇതും 10 ആയിട്ട് കുറയുകയല്ല. കാരണം എന്താണ്, നെഗറ്റീവ് റിലേഷൻ ആണ് നമുക്കറിയാലോ. അപ്പോൾ ഇവിടെ ഒരു പ്രൊപ്പോർഷണൽ ചേഞ്ച് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. അതായത് പ്രൈസിൽ എത്രത്തോളം മാറ്റം വന്നു അത്രയും തന്നെയാണ് നമ്മുടെ ഡിമാൻഡിൽ മാറ്റം വന്നതെങ്കിൽ അത് യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറയാം. അതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. അതായത് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1 ആണ്. യൂണിറ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. നമ്മുടെ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ 1 ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ചോണം, ഗ്രേറ്റർ ദാൻ 1, ലെസ് ദാൻ 1, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഈ 3 വാല്യൂ. അത് നമ്മൾ ഓർത്ത് വെച്ചോളുക. അത് എക്സാമിന് നമുക്ക് സ്ഥിരം ചോദിക്കാറുള്ളൊരു ഭാഗമാണ്. സോ അപ്പോൾ നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറഞ്ഞു അല്ലേ. അപ്പോൾ രണ്ടാമത്തെ ഇലാസ്റ്റിസിറ്റി ഏതാണ്, ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ അതെന്താണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? അതും ഇത്രയാണ് പറഞ്ഞത്, ഇൻകത്തിൽ ഒരു മാറ്റം വന്നപ്പോൾ മെഷേഴ്സ് ഹൗ ഡിമാൻഡ് ചേഞ്ചസ് വിത്ത് ഇൻകം. ഇൻകവുമായിട്ട് അല്ലെങ്കിൽ ഇൻകത്തിലെ മാറ്റം കാരണം ഡിമാൻഡിൽ എത്രത്തോളം മാറ്റം വന്നു എന്ന് അളക്കുന്നതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താ പറഞ്ഞത്, പ്രൈസിൽ ഒരു മാറ്റം വന്നതിൻ്റെ ഫലമായിട്ട് ഡിമാൻഡിൽ എത്രത്തോളം മാറ്റം വന്നു. ഓക്കെ, അപ്പോൾ ഈ ഇൻകം ഇലാസ്റ്റിസിറ്റി 2 ഉണ്ട്. ഈ YED എന്ന് സൂചിപ്പിക്കുന്ന ഇൻകത്തെ സൂചിപ്പിക്കുന്ന അക്ഷരം Y എന്നുള്ളതാണ്. അതാണ് നമ്മൾ Y അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. സോ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉണ്ട്. എന്തായിരിക്കും പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി? അതാണ് നോർമൽ ഗുഡ്സിനാണ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി വരുന്നത് ഇൻഫീരിയർ ഗുഡ്സിനാണ്. എന്താണ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, അല്ലെങ്കിൽ എന്താണ് നോർമൽ ഗുഡ്സ്, എന്താണ് ഇൻഫീരിയർ ഗുഡ്സ്, അതെല്ലാം നമ്മൾ ഇവിടുന്ന് പഠിക്കേണ്ടത്. അപ്പോൾ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് റിലേറ്റഡ് ടു നോർമൽ ഗുഡ്സ്. അതായത് ഇത്രയേ ഉള്ളൂ, ഡിമാൻഡ് കൂടുന്നു ആസ് ഇൻകം റൈസസ്. അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാലും മതി, ഇൻകം കൂടുമ്പോൾ ചില വസ്തുക്കളുടെ ഡിമാൻഡ് കൂടുന്നു. അപ്പം നമുക്ക് നല്ലപോലെ വരുമാനം ഉണ്ടെങ്കിൽ നല്ലപോലെ ചില വസ്തുക്കളുടെ ഡിമാൻഡ് നമ്മൾ കൂടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, അപ്പം ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ്. അപ്പോൾ ഇൻകം കൂടുക, എൻ്റെ ഇൻകം വരുമാനം കൂടിയാൽ മാത്രമേ ആ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് എനിക്ക് വാങ്ങാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പം ഇൻകം കൂടുകയാണെങ്കിൽ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെയൊക്കെ ഡിമാൻഡ് എന്ത് കൊടുക്കും, കൂടും. പക്ഷേ ഇൻകം കുറയുവാണെങ്കിൽ എനിക്ക് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റ് വാങ്ങാൻ കഴിയുമോ, അതിൻ്റെ ഡിമാൻഡ് കുറയും.
ഓക്കെ, അപ്പം നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരാളുടെ വരുമാനം കൂടിക്കഴിഞ്ഞാൽ അയാൾ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന വസ്തുക്കളെയാണ് എന്തോന്ന് വിളിക്കുന്നത്, നോർമൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരാളുടെ വരുമാനം കൂടിയാൽ അതിനനുസരിച്ച് ഡിമാൻഡ് കൂടുന്ന വസ്തുക്കളെ നമുക്ക് എന്തോ വിളിക്കാം, നോർമൽ ഗുഡ്സ്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻഫീരിയർ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, നമ്മളുടെ ഡിമാൻഡ് ഡിക്രീസസ് ആസ് ഇൻകം റൈസസ്. ഇത്രയേ ഉള്ളൂ. ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്ന വസ്തുക്കൾ, അതായത് ഈ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ലോ ക്വാളിറ്റി. കാരണം അതുവരെയൊക്കെ നമ്മൾ ഈ ലോ ക്വാളിറ്റി ചപ്പലൊക്കെ യൂസ് ചെയ്തുമായിരുന്നു ഇൻകം കുറവുള്ള സമയത്ത്. പക്ഷേ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഞാൻ ലോ ക്വാളിറ്റി സാധനങ്ങൾ വാങ്ങാനായിട്ട് നിൽക്കുമോ, ഇല്ല. അപ്പോൾ ഈ ലോ ക്വാളിറ്റി സാധനങ്ങളുടെ ഡിമാൻഡ് എന്ത് കൊടുക്കും, കുറയും. ഈ ലോ ക്വാളിറ്റി സാധനങ്ങളൊക്കെ ആരായിരിക്കും കൂടുതൽ പർച്ചേസ് ചെയ്യുന്നത്, കാരണം അവർ ഇൻകം കുറച്ചുള്ള ആൾക്കാരായിരിക്കും അല്ലേ. അപ്പോൾ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ചില ആൾക്കാർ എന്ത് കൊടുക്കും, ഈ ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റിലേക്ക് പോകും. അപ്പോൾ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റിന് ഡിമാൻഡ് കൂടും. അപ്പോൾ ഇൻകം കൂടിയപ്പോൾ ഹൈ ക്വാളിറ്റി പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടി. ഒന്ന് ഇൻകം കൂടിയാൽ ഡിമാൻഡ് കൂടുന്ന വസ്തുക്കളെ നമ്മൾ നോർമൽ ഗുഡ്സ് എന്നും, ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്ന വസ്തുക്കളെയാണെന്ന് വിളിക്കുന്നത് ഇൻഫീരിയർ ഗുഡ്സ് എന്നും പറയും. ഓക്കെ, അതാണ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. അപ്പോൾ സോ വാട്ട് ഈസ് ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻകം ഇലാസ്റ്റിസിറ്റി മെഷേഴ്സ് ഹൗ ഡിമാൻഡ് ചേഞ്ചസ് വിത്ത് ഇൻകം. അതായത് ഡിമാൻഡിൽ എങ്ങനെ മാറ്റമുണ്ടായി, എന്തിനനുസരിച്ച്, ഇൻകത്തിനനുസരിച്ച്. ഇൻകത്തിൽ മാറ്റമുണ്ടായാൽ അത് ഡിമാൻഡിനെ എങ്ങനെ മാറ്റമുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇൻകം ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. സോ വിച്ച് ആർ ദ ടു ടൈപ്പ് ഓഫ് ഇൻകം ഇലാസ്റ്റിസിറ്റി, അതങ്ങനെ പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡും ഉണ്ട്, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡും ഉണ്ട്. പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗമാണ്, ഉറപ്പിച്ച് പഠിച്ചോളുക. പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഈസ് റിലേറ്റഡ് ടു നോർമൽ ഗുഡ്സ്. നോർമൽ ഗുഡ്സുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. അതായത് നോർമൽ ഗുഡ്സ് ഇത്രയേ ഉള്ളൂ, ഒരാളുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കുന്നു, ഡിമാൻഡ് കൂടുന്ന വസ്തുക്കളെ നമുക്ക് എന്തോ പറയാം, പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയാം. അടുത്തത് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇൻകം കൂടിക്കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയുന്ന വസ്തുക്കൾ, അതായത് ലോ ക്വാളിറ്റി പ്രോഡക്റ്റ്. ഓക്കെ, ഇത് വലിയ കാര്യങ്ങളായിട്ടൊന്നുമില്ല, എളുപ്പം നമുക്ക് മനസ്സിലാക്കാം. ഇതൊക്കെ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ് നമ്മൾ പറയുന്നത് അല്ലേ. ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഹൗ ഡിമാൻഡ് ഫോർ വൺ ഗുഡ് ചേഞ്ചസ് വിത്ത് ദ പ്രൈസ് ഓഫ് അനദർ. അതായത് ഇപ്പം രണ്ട് ഗുഡുകൾ പറയാം, എയും ബിയും പറയാം. എയുടെ പ്രൈസിനകത്ത് മാറ്റം വരുമ്പോൾ അത് പ്രൈസ് കൂടുകയാകാം കുറയുകയാകാം. അപ്പോൾ ഈ ബിയുടെ ഡിമാൻഡിനെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടുകയോ കുറയുകയോ ചെയ്താൽ മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, രണ്ടാമത്തതാണ് നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ദെൻ സെക്കൻഡ് വൺ നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഉണ്ട്. സോ വാട്ട് ഈസ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി? ഇത് സബ്സ്റ്റിറ്റ്യൂട്ടുകളാണ് ഇതിൻ്റെ എക്സാമ്പിൾ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് പറഞ്ഞായിരുന്നല്ലോ. ഫോർ എക്സാമ്പിൾ കൊക്കക്കോളയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോള, കൊക്കക്കോള ആൻഡ് പെപ്സി. അതായത് നിങ്ങൾക്കറിയാം, കൊക്കക്കോളയുടെ പ്രൈസ് കൂടുകയാണെങ്കിൽ, പ്രൈസ് കൂടി, കൊക്കക്കോളയുടെ പ്രൈസ് കൂടി, അപ്പോൾ ഇത് നമ്മുടെ പെപ്സിയെ ബാധിക്കും. എങ്ങനെയായിരിക്കും ബാധിക്കുന്നത്? കൊക്കക്കോളയുടെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ, കാരണം ആൾക്കാർ അത് വാങ്ങിക്കുന്ന കുറയുമല്ലോ, അപ്പോൾ മറ്റു ആൾക്കാർ എന്ത് കൊടുക്കും, മറ്റൊരു പ്രോഡക്റ്റിലേക്ക് പോകും. അപ്പോൾ പെപ്സി വാങ്ങാനായിട്ട് പോകും. പെപ്സിയുടെ ഡിമാൻഡ് അപ്പം കൂടും. കാരണം ഈ പെപ്സിക്ക് ഇതിനെക്കാട്ടി പ്രൈസ് കുറവായിരിക്കുമെന്ന് സങ്കല്പിച്ചോളുക. അപ്പം ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടിയപ്പോൾ മറ്റൊരു വസ്തുവിലേക്ക് ആൾക്കാർ പോയി എന്നുള്ളതാണ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എത്രത്തോളം പെപ്സിയുടെ ഡിമാൻഡ് കൂടി എന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മൾ പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഉപയോഗിക്കുന്നത്. അതിന് ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്. ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടിയാൽ മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടുന്നതിനാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ. എത്രത്തോളം അതിൻ്റെ ഡിമാൻഡ് കൂടി എന്നുള്ളതാണ് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. സോ അതിൻ്റെ നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് വരുന്ന കോംപ്ലിമെൻ്ററി ഗുഡ്സിലാണ്. അത് നമുക്കറിയാലോ, ഒരെണ്ണത്തിൻ്റെ പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ മറ്റേതിൻ്റെ ഡിമാൻഡ് കുറയുന്നു. ഫോർ എക്സാമ്പിൾ കോഫി ആൻഡ് ഷുഗർ എടുക്കാം. കോഫിയുടെ വില, കോഫി പൗഡറിൻ്റെ വില കൂടുകയാണ്, കോഫിയുടെ വില കൂടുകയാണ്. അപ്പോൾ ആൾക്കാർ കോഫി വാങ്ങിക്കില്ല, കാരണം കോഫി ഉണ്ടാക്കാനായിട്ട് പോകത്തില്ല. അപ്പോൾ എന്ത് കൊടുക്കും? സ്വാഭാവികം. ഇല്ലെങ്കിൽ കാർ ആൻഡ് പെട്രോൾ പറഞ്ഞാലും മതി. അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് കാർ ആൻഡ് പെട്രോൾ ആയിരിക്കും കുറച്ചുകൂടെ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട്. കാരണം ഇവിടെ നിങ്ങൾ അപ്പോൾ ആലോചിക്കും, ടീ വച്ച് വാങ്ങിച്ചാൽ ഷുഗറിൻ്റെ ഡിമാൻഡ് കൂടത്തില്ലെന്ന് പറയും. കാർ ആൻഡ് പെട്രോൾ ആണ് കുറച്ചുകൂടെ നല്ല ഒരു ഉദാഹരണം. പെട്രോളിൻ്റെ ഡിമാൻഡ് പ്രൈസ് നന്നായിട്ട് കൂടുകയാണെങ്കിൽ കാറിൻ്റെ ഡിമാൻഡ് കുറയുന്നു. എത്രത്തോളം അളവിൽ ആ ഡിമാൻഡ് കുറഞ്ഞു എന്നുള്ള നമുക്കറിയാൻ വേണ്ടി നമുക്ക് നെഗറ്റീവ്, അതായത് ഇവിടെ നോക്കിയ ഒരു നെഗറ്റീവ് റിലേഷൻ അല്ലേ, ഒന്ന് കൂടിയപ്പോൾ മറ്റൊന്ന് കുറഞ്ഞു, ഇതിൻ്റെ ഡിമാൻഡ് കുറഞ്ഞ് ഏത് ചെയ്തത്. ഓക്കെ,
അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് പറയാം പെട്രോളിൻ്റെ വില കുറഞ്ഞു, അപ്പോൾ കാറൊക്കെ എല്ലാവരും കുറേ ആൾക്കാർ കാറ് ഡ്രൈവ് ചെയ്യും, കാറിൻ്റെ ഡിമാൻഡ് കൂടും. എത്രത്തോളം അളവിൽ കാറിൻ്റെ ഡിമാൻഡ് കൂടി എന്നറിയാൻ നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് താഴെ കൊടുത്തിരിക്കുന്നതാണോ അണ്ടർസ്റ്റാൻഡിങ് ഇലാസ്റ്റിസിറ്റി ഹെൽപ്സ്. ഈ ഇലാസ്റ്റിസിറ്റി കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? ബിസിനസ്സിൽ നമുക്ക് ഉപയോഗിക്കാം, പോളിസി മേക്കേഴ്സിന് ഉപയോഗിക്കാം, മേക്ക് ഡിസിഷൻസ് അബൌട്ട് പ്രൈസിങ്, ടാക്സസ്, സപ്ലൈ, അതായത് വില തീരുമാനിക്കാൻ, ടാക്സസിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എടുക്കാൻ, അതുപോലെ ബിസിനസ് മേക്കേഴ്സിന്, പോളിസി മേക്കേഴ്സിന്, ബിസിനസ് മാന്, അവർക്കൊക്കെ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ഇലാസ്റ്റിസിറ്റി സഹായിക്കും. ഇലാസ്റ്റിസിറ്റി എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു വസ്തുവിൻ്റെ ഡിമാൻഡിൽ എത്രത്തോളം മാറ്റം വന്നു, ആരൊക്കെ കാരണം? പ്രൈസ് കാരണം, ഇൻകം കാരണം, പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് കാരണം. ഓക്കെ, ഇതാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഭയങ്കര ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് വരും. ഇതെല്ലാം കൂടെ പഠിച്ചു കഴിയുമ്പോഴത്തേനും എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. അതിൻ്റെ കണ്ടൻറ്റ് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ പുറകോട്ട് നോക്കിയാൽ മതി. ഓക്കെ, എളുപ്പത്തിന് മനസ്സിലാവുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമ്മൾ MCQ ഭാഗത്തിലേക്കാണ് പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ MCQ ഡിസ്കസ് ചെയ്യാം. ഇതുമായിട്ട് നിങ്ങൾക്ക് നോക്കുക. ഒന്നാമത്തെ MCQ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ്? സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ എക്സാമ്പിൾ ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ടീ ആൻഡ് കോഫി പറയുന്നുണ്ട്, ബട്ടർ ആൻഡ് ബ്രെഡ്, പെൻ ആൻഡ് ഇങ്ക്, കാർ ആൻഡ് പെട്രോൾ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. കാറും പെട്രോളും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം കാർ ഇല്ലാണ്ട് പെട്രോളിന് പറ്റില്ല. പെൻ ആൻഡ് ഇങ്ക് നമുക്ക് പറയാൻ പറ്റുമോ? പെന്നും ഇങ്കും. പെന്നില്ലാണ്ട് ഇങ്കിന് പറ്റത്തില്ല. ബട്ടർ ആൻഡ് ബ്രെഡും നമുക്ക് പറ്റത്തില്ല, ബട്ടർ ഉണ്ടെങ്കിലേ ബ്രെഡ് പറ്റൂ എന്നുള്ളത് വിചാരിച്ചോളൂ. ചില ആൾക്കാർ ചോദിക്കും ബട്ടർ ഇല്ലാണ്ട്. നമ്മൾ ബട്ടറും ബ്രെഡും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ടീ ആൻഡ് കോഫി ഒരുമിച്ച് യൂസ് ചെയ്യുന്നതാണോ? അല്ല, ടീ ഇല്ലെങ്കിൽ നമുക്ക് കോഫി ഉപയോഗിക്കാം. സോ ആൻസർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് വരുന്നത് കറക്റ്റ് ടീ ആൻഡ് കോഫിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം നമ്മളത് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് ദ പ്രൈസ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഇൻക്രീസസ് ദ ഡിമാൻഡ് ഫോർ ദ ഒറിജിനൽ ഗുഡ് വിൽ. ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിന്റെ പ്രൈസ് കൂടുകയാണ്. ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡായിട്ട് നമുക്ക് എന്താ പറയാം? കോഫിയും ടീയും പറയാം. കോഫിയുടെ പ്രൈസ് കൂടുകയാണെന്ന് വെച്ചോ, അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? ഒരെണ്ണത്തിന്റെ പ്രൈസ്, ഇതിന്റെ പ്രൈസ് കൂടി, ഇതിന്റെ പ്രൈസ് കൂടിയെങ്കിൽ ഇതിന്റെ ഡിമാൻഡ് കുറേ ആൾക്കാർ വാങ്ങിക്കുന്ന കുറയും. കോഫി വാങ്ങിക്കുന്നത് കുറച്ചിട്ട് ടീയിലോട്ട് പോകും. അപ്പൊ ടീയുടെ ഡിമാൻഡ് എന്തുമായിരിക്കും? കൂടുമായിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ പ്രൈസ് ഓഫ് എ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഇൻക്രീസസ്, ഒരു ഗുഡിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിനകത്ത് ഒരെണ്ണത്തിന്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ ദ ഡിമാൻഡ് ഫോർ ദ ഒറിജിനൽ ഗുഡ് വിൽ, മറ്റേ ആ ഒറിജിനൽ ഗുഡിന്റെ ഡിമാൻഡ് എന്തായിരിക്കും എന്നുള്ളതാണ്. ഇൻക്രീസസ് പറയുന്നുണ്ട്, കൂടുന്നു, കുറയുന്നു, റിമെയിൻ അൺചേഞ്ച്ഡ്, മാറ്റമൊന്നുമില്ല. അതെന്തായാലും തെറ്റാണ്. നൺ ഓഫ് ദി എബോ, ഇതും തെറ്റാണ്. എന്താണ്? കൂടുകയാണോ കുറയുകയാണോ? നമ്മളിവിടെ ഓൾറെഡി പറഞ്ഞു എന്താണ്? കൂടുകയായിരിക്കും. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇൻക്രീസസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ പ്രൈസ് ഓഫ് എ കോംപ്ലിമെന്ററി ഗുഡ് ഡിക്രീസസ് ദ ഡിമാൻഡ് ഫോർ ദ ഒറിജിനൽ ഗുഡ് വിൽ എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അല്ലേ. കോംപ്ലിമെന്ററി ഗുഡ്സ് എടുക്കുകയാണ്. കോംപ്ലിമെന്ററി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നിന് പകരം അതായത് ഒരുമിച്ച് യൂസ് ചെയ്യുന്ന കാറും പെട്രോളും എടുക്കാം. കാറും പെട്രോളും എടുക്കുമ്പം ഇഫ് ദ പ്രൈസ് ഓഫ് എ കോംപ്ലിമെന്ററി ഗുഡ്, അതായത് ഒരെണ്ണത്തിന്റെ വില കുറയുകയാണ്. അപ്പം നമുക്ക് പെട്രോളിന്റെ വില കുറഞ്ഞു എന്ന് പറയാം അല്ലേ. പെട്രോളിന്റെ വില കുറയുമ്പോൾ ദ ഡിമാൻഡ്, മറ്റേതിന്റെ ഡിമാൻഡിനെ എങ്ങനെ സ്വാധീനിക്കും? നമുക്കറിയാലോ, പെട്രോളിന്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാറിന്റെ ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സോ ഓപ്ഷൻ എന്തായാലും കറക്റ്റ് എന്തായിരിക്കും വരുന്നത്? ഇൻക്രീസ് ആണ് വരുന്നത്. ഓക്കെ, കറക്റ്റ് ആണോ നോക്കാം നമുക്ക്. അതെ, നമുക്ക് ഇൻക്രീസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ വർക്കൗട്ട് ചെയ്തു. സോ ഇനി നെക്സ്റ്റ് വരുമ്പം എ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ഇൻഡിക്കേറ്റ്. എന്താണ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഡിമാൻഡ് കർവ് കാണിക്കുന്നത്? നോക്കാം. ആസ് ദ പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു. ഏതാണോ? തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. നെക്സ്റ്റ്, ആസ് ദ പ്രൈസ് ഡിക്രീസസ്, പ്രൈസ് കുറയുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ് എന്ന് പറയുന്നുണ്ട്. അതും തെറ്റാണ് അല്ലേ. പ്രൈസ് കുറഞ്ഞാൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ് ചെയ്യത്തില്ല ഒരിക്കലും. ആസ് പ്രൈസ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസസ്. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡ് കുറഞ്ഞു. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ അത്. അപ്പോൾ സിയുടെ നോക്കാം. ആസ് പ്രൈസ് ഡിക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ്, പ്രൈസ് കുറഞ്ഞപ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്. നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് കറക്റ്റ് ആൻസർ ആയിട്ട് പോകുമ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കുറയുന്നു എന്നുള്ളതാണ്. നമുക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആണല്ലോ പറയേണ്ടത്, അതുകൊണ്ടാണ് കേട്ടോ. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കർവ് ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസറിലോട്ട് എത്തേണ്ടത് ഓപ്ഷൻ സി നമുക്ക് ചൂസ് ചെയ്യാം കറക്റ്റ് ആയിട്ടുള്ളത്.
അതെ, കറക്റ്റ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകും. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ക്യാൻ ഷിഫ്റ്റ് ദ ഡിമാൻഡ് കർവ്? ഡിമാൻഡ് കർവിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകണം അല്ലേ? ഡിമാൻഡിൽ മാറ്റം ഉണ്ടാവണമെങ്കിൽ താഴെ പറയുന്നതിനകത്ത് ഏത് ഫാക്ടറിനകത്താണ് മാറ്റം വരുന്നത്? ചേഞ്ച് ഇൻ ദ പ്രൈസിൽ മാറ്റം വന്നാൽ ഡിമാൻഡ് കർവിൽ മാറ്റം ഉണ്ടാകും, ഷിഫ്റ്റ് ചെയ്യും ഉറപ്പായിട്ടും. കൺസ്യൂമറിന്റെ ഇൻകത്തിൽ മാറ്റം ഉണ്ടായാൽ നമ്മളുടെ ഡിമാൻഡ് കർവിൽ മാറ്റം ഉണ്ടാവും. പ്രൈസ് ഓഫ് റിലേറ്റഡ് ഗുഡ്, അതായത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സും കോംപ്ലിമെന്ററി ഗുഡ്സും ആണ് അവിടെ പറയുന്നത്, അതിലും മാറ്റം ഉണ്ടായാൽ നമ്മുടെ ഡിമാൻഡ് കർവ് ഷിഫ്റ്റ് ചെയ്യും. ഓൾ ഓഫ് ദി എബോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഓൾ ഓഫ് ദി എബോ ആണ്. കാരണം ഇതെല്ലാം നമ്മളുടെ ഡിമാൻഡ് കർവിനെ ഷിഫ്റ്റ് ചെയ്യിക്കുന്ന ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, കറക്റ്റ് ആണ്, ഓൾ ഓഫ് ദി എബോ. സോ ഈ ക്വസ്റ്റ്യൻ അതോട് പോകുമ്പോൾ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഡിക്രീസസ് എന്നുള്ള ഇൻക്രീസസ് ആയിട്ടുണ്ട്. സോ ദ ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ്സ് ദാറ്റ്. ലോ ഓഫ് ഡിമാൻഡ് എന്താ പറയുന്നത്? നമ്മൾ ഒരുപാട് ഓപ്ഷൻ അതുകൊണ്ട് വായിക്കാനായിട്ട് നിൽക്കേണ്ടത്, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രൈസ് കുറയുമ്പോൾ പ്രൈസ് ഓഫ് എ ഗുഡ് ഡിക്രീസസ്, പ്രൈസ് കുറയുമ്പോൾ എന്ത് കൊടുക്കും? ഡിമാൻഡ് കൂടുന്നു. ഈ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. എ ഓപ്ഷനൊക്കെ നോക്കുമ്പോൾ ആസ് ദ പ്രൈസ് ഓഫ് എ ഗുഡ് ഇൻക്രീസസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻക്രീസസ്, പ്രൈസ് കൂടുമ്പോൾ ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടുന്നു എന്നാണ് പറഞ്ഞത്. സി ഓപ്ഷനും നമുക്ക് കണ്ടു കഴിയുമ്പോൾ തെറ്റാണെന്ന് അറിയാം അല്ലെ, കോൺസ്റ്റന്റ് എന്നൊക്കെ പറയുന്നുണ്ട്. സോ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണ് മെഷർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മെഷേഴ്സ്. എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്, ദ റെസ്പോൺസീവ്നെസ് ഓഫ് പ്രൈസ് ടു എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്, ദ റെസ്പോൺസീവ്നെസ് ഓഫ് ഇൻകം ടു എ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് ഇതെന്തായാലും അല്ല എന്നറിയാം. പ്രൈസ് ഇലാസ്റ്റിസിറ്റിക്ക് ഇൻകവുമായിട്ട് ബന്ധമില്ല, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് അല്ല. പിന്നെ എന്താ പറയുന്നത്? ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ്, അതായത് പ്രൈസിലുണ്ടായ മാറ്റം മൂലം ഡിമാൻഡിൽ ഒരു മാറ്റം ഉണ്ടായി. അതാണല്ലോ എ പറയുന്നത്. ബി എന്തോ പറഞ്ഞേ? പ്രൈസിൽ മാറ്റം ഉണ്ടായി, ഡിമാൻഡിൽ മാറ്റം ഉണ്ടായതിനനുസരിച്ച്. അതല്ല, നമ്മൾ പറഞ്ഞത് പ്രൈസിൽ മാറ്റം ഉണ്ടാകുമ്പോൾ എത്രത്തോളം ഡിമാൻഡിൽ മാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളുടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ അല്ലേ? കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കറക്റ്റ്. അതായത് ദ റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ടു എ ചേഞ്ച് ഇൻ പ്രൈസ് എന്നുള്ളതാണ്. അതായത് പ്രൈസിൽ എന്തോരം മാറ്റം വരുന്നുണ്ട് അതിനനുസരിച്ച് ഡിമാൻഡിൽ മാറ്റം വരുന്നതിനാണ് നമ്മൾ എന്തോ വിളിക്കുന്നത്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് ദ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഫോർ എ ഗുഡ് ഈസ് ഗ്രേറ്റർ ദാൻ 1, ദ ഡിമാൻഡ് ഈസ് സെഡ് ടു ബി. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്, 1നേക്കാളും കൂടുതലാണെങ്കിൽ അത് ഏത് ഡിമാൻഡ് ആണെന്നാണ് ചോദിക്കുന്നത്. ഈക്വൽ ടു 1 ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം യൂണിറ്റ് ഇലാസ്റ്റിക് ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ അറിയാം ഇൻഇലാസ്റ്റിക് ആണ്. അപ്പോൾ ഇത് ഏത് ഡിമാൻഡ് ആയിരിക്കും? ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഇതും തെറ്റാണ് അല്ലേ? അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാ? ഇലാസ്റ്റിക് ഡിമാൻഡ് അല്ലേ? യെസ്, ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നോക്കുക, ഇഫ് ദ ക്രോസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ബിറ്റ്വീൻ ടു ഗുഡ് ഈസ് പോസിറ്റീവ്. അതായത് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ഏത് ഗുഡുകളിലാണെന്നാണ് പറഞ്ഞത്. ഏത് ഗുഡ്? ഇപ്പോൾ 2 ഗുഡ് എടുക്കുക, എ ബി ആണെങ്കിൽ ഇവർക്ക് പോസിറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ അത് ഏത് ഗുഡായിരിക്കും? പോസിറ്റീവ് ആണെങ്കിൽ എന്താ അർത്ഥം? പ്രൈസ് കൂടിയാൽ മറ്റേതിൻ്റെ ഡിമാൻഡും ഒരു വസ്തുവിൻ്റെ പ്രൈസ് കൂടിയാൽ മറ്റൊരു വസ്തുവിൻ്റെ ഡിമാൻഡും കൂടുന്നു. അതായത് അങ്ങനത്തുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ് നമ്മൾ പറഞ്ഞല്ലോ. നെഗറ്റീവ് ക്രോസ് ഇലാസ്റ്റിസിറ്റി പറയുന്നത് കോംപ്ലിമെന്ററി ഗുഡ്സ് ആണ്. സോ ഇവിടെ വരുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് അല്ലേ? അതെ, അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, ദെൻ താങ്ക് യു. അപ്പോൾ ഇത്രയും ഒരു പോർഷനകത്തുനിന്ന് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.